നമസ്കാരം. നിഷ് ഇന്ററാക്റ്റീവ് ഡിസബിലിറ്റി അവയർനെസ് സെമിനാറിന്റെ നിഡാസിന്റെ 42ാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിഡാസ് നിഷും സോഷ്യൽ ജസ്റ്റിസ് ഡയറക്ടറേറ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒരു ഓൺലൈൻ സെമിനാറാണ്. ഡിസബിലിറ്റി റിലേറ്റഡ് ഇഷ്യൂസിനെ കുറിച്ച് അവബോധം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നിഡാസ് എല്ലാ മാസവും 3ാമത്തെ ശനിയാഴ്ച സംഘടിപ്പിക്കുന്നത്. ഇതൊരു ഓൺലൈൻ സെമിനാർ ആയതിനാൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓൺലൈൻ സെമിനാർ ആയതിനാൽ നിഷിൽ എത്തിച്ചേരുന്നവർക്ക് മാത്രമല്ല, ഇത് എല്ലാ ജില്ലകളിലെയും, നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളിലെയും DCPO ഓഫീസിൽ ഓൺലൈൻ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമുക്കൊരു സ്മാർട്ട് ഫോണോ കമ്പ്യൂട്ടറോ ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ എവിടെ നിന്നും നിഡാസിൽ പങ്കുചേരാം. ഇനി 42ാമത്തെ നിഡാസിന്റെ വിഷയം ഓട്ടിസം ബാധിതരായ കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓട്ടിസം എന്ന കണ്ടീഷനുള്ള കുട്ടികളിൽ പല ബുദ്ധിമുട്ടുകൾ കാണപ്പെടാറുണ്ട്. ആശയവിനിമയത്തിനുള്ള ബുദ്ധിമുട്ട്, സെൻസറി പ്രോസസ്സിംഗ് ബുദ്ധിമുട്ട്, പെരുമാറ്റ വൈകല്യങ്ങൾ, പഠന വെല്ലുവിളികൾ തുടങ്ങിയവ. ഇതിൽ പഠനങ്ങൾ വിലയിരുത്തുന്നത് 90% ഓട്ടിസം ഉള്ള കുട്ടികളിലും ഭക്ഷണം കഴിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ കാണപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾക്ക് ഇതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഭക്ഷണം കൊടുക്കുന്നത്, ഭക്ഷണം കുട്ടികൾ കഴിക്കുന്നില്ല, വാ തുറക്കുന്നില്ല, തുപ്പുന്നു, ഭക്ഷണം കൊടുക്കുന്നതിന് ഒരുപാട് സമയം ചിലവഴിക്കേണ്ടി വരുന്നു. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഈ കുട്ടികൾ ഇങ്ങനെ കാണിക്കുന്നത്? അപ്പം ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ? ഈ ഭക്ഷണം കഴിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് നമുക്ക് എങ്ങനെ മാറ്റാം? പരിഹാര മാർഗങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ നമ്മോടൊപ്പം ഉള്ളത് മിസ് ആര്യ മനോഹരൻ. മിസ് ആര്യ നിഷിലെ ന്യൂറോ ഡെവലപ്മെന്റൽ സയൻസസ് വിഭാഗത്തിലെ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ആണ്. ഇന്നത്തെ ഈ ക്ലാസ് എടുക്കുന്നതിനായി ഞാൻ മിസ് ആര്യയെ ക്ഷണിക്കുന്നു. നമസ്കാരം. സംഗീത പറഞ്ഞതുപോലെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങളിൽ എത്രത്തോളമാണ് ഫീഡിങ് ഡിഫിക്കൽട്ടി ഉള്ളത്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഫീഡിങ് ഡിഫിക്കൽട്ടിയാണ് ഉള്ളത്, അതിനെ എങ്ങനെ നമ്മൾക്ക് മറികടക്കാൻ സാധിക്കും എന്നതിനെ പറ്റിയാണ്. അപ്പം ഈ നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ ഈ ഒരു പോയിന്റ്സിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ആദ്യം ഇന്ത്യയിൽ ഓട്ടിസത്തിൽ എത്രത്തോളം വ്യാപ്തിയുണ്ട്, ഓട്ടിസം ബാധിതരായ കുട്ടികൾ ഭക്ഷണം നൽകാനുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ അതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ്, ഈ ഒരു ബുദ്ധിമുട്ടിനെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓട്ടിസം ഇന്ത്യ എന്ന രാജ്യത്തിൽ എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം കുട്ടികൾക്ക് ഓട്ടിസം ബാധിതരാണെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ ഞാൻ ഒന്നുകൂടെ ഓട്ടിസത്തിനെ പറ്റി ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓട്ടിസം എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ നമ്മൾ പറയുന്നത് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്നാണ് പറയുന്നത്. അപ്പം അത് ഒരു കുഞ്ഞിന്റെ 3 ഏരിയാസ് ആണ് മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന്, കുഞ്ഞിന് മറ്റു കുട്ടികളെ പോലെ സാധാരണ രീതിയിൽ ഇടപഴകാൻ കഴിയാതിരിക്കുക, അല്ലെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷനിൽ ബുദ്ധിമുട്ടുണ്ടാകുക. സെൻസറി പ്രോസസ്സിംഗ് ബുദ്ധിമുട്ടുകൾ വരിക, അതായത് നമ്മൾ സാധാരണ രീതിയിലുള്ള ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ഇൻഫർമേഷൻ പ്രോസസ്സ്, അത് ബ്രെയിൻ പ്രോസസ്സ് ചെയ്ത് അതിനൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകുക. അതുപോലെ തന്നെ ആശയവിനിമയത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ഈ 3 ഏരിയാസ് വെച്ചിട്ടാണ് ഓട്ടിസത്തിൽ മെയിൻ ആയിട്ടുള്ള അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡറിനെ പറ്റി ആയിരിക്കാം. അപ്പോൾ ഇന്ത്യയിൽ ഓട്ടിസത്തിന്റെ വ്യാപനം എന്ന് എത്രത്തോളമാണെന്ന് നമുക്ക് നോക്കാം. 10 വയസ്സിൽ താഴെയുള്ള 1000 കുഞ്ഞുങ്ങൾക്ക് ഒരാൾക്ക് ഓട്ടിസം ഉണ്ടെന്നാണ് പുതുതായിട്ടുള്ള പഠനങ്ങൾ കാണിക്കുന്നത്. ഇതിൽ ആൺകുട്ടികൾക്കാണ് കൂടുതൽ ഓട്ടിസം കണ്ടുവരുന്നത്, പെൺകുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പം ആൺകുട്ടികളെ എടുക്കുകയാണെങ്കിൽ 42 പുരുഷന്മാരിൽ ഒരാൾക്ക് ഓട്ടിസം ബാധിതരാകാം എന്ന് കാണപ്പെടുന്നു. അതുപോലെ തന്നെ 168 സ്ത്രീകളിൽ ഒരാൾക്ക് ഓട്ടിസം ബാധിതരാകുന്നതാണ് പുതുതായിട്ടുള്ള കണക്കുകൾ കാണിക്കുന്നത്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, അല്ലെങ്കിൽ ഓട്ടിസം എങ്ങനെയാണ് നമ്മൾ നിർണ്ണയിക്കുന്നത്, ഈ രോഗനിർണയം നടത്തുന്നത് എങ്ങനെയാണ്? ഇതിന് രോഗനിർണയം നടത്തുന്നതിനായിട്ട് നമുക്കൊരു ബഞ്ച് ഓഫ് പ്രൊഫഷണൽസിന്റെ ആവശ്യമുണ്ട്. അതിൽ ഉൾപ്പെടുന്ന പ്രൊഫഷണൽസ് ആണ്, ഒന്ന് ശിശുരോഗ വിദഗ്ധൻ ഉണ്ടാകും, അതോടൊപ്പം തന്നെ ഒരു സ്പീച്ച് പെത്തോളജിസ്റ്റ്, ഓക്കുപേഷണൽ തെറപ്പിസ്റ്റ്, അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റ്. ഇവരുടെ സമഗ്രമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷമാണ് ഒരു കുഞ്ഞിന് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആണോ അല്ലയോ എന്ന് നമ്മൾ നിർണ്ണയിക്കുന്നത്. ഇത് കുഞ്ഞിന്റെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ ഡയഗ്നോസിസ് കുഞ്ഞിന് നൽകുന്നത്. DSM-5 ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ്
നമ്മുടെ ഈ രോഗനിർണയം നടത്തുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ പോയിന്റ് എന്ന് വെച്ചാൽ ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളതാണ്. അപ്പം എന്താണ് ഭക്ഷണം കഴിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. നമുക്കറിയാം ഏകദേശം ഒരു നല്ല നോർമൽ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കുഞ്ഞ് ഒരു 6 മാസം ആകുമ്പം സാധാരണ നമ്മുടെ രീതിയിൽ ചോറ് കഴിച്ചു തുടങ്ങും അല്ലെ. ചെറിയ രീതിയിൽ നമ്മൾ ചോറോട് കൊടുക്കും. അതിനുശേഷം ചെറിയ കട്ടിയുള്ള പദാർത്ഥങ്ങൾ കുഞ്ഞ് ഭക്ഷണം കഴിച്ചു തുടങ്ങും. അതായത് ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി, വീട്ടിൽ വെക്കുന്ന ഭക്ഷണങ്ങൾ സാധാരണമായി കഴിച്ചു തുടങ്ങും. അപ്പം 1 വയസ്സ് അല്ലെങ്കിൽ 1.5 വയസ്സിൽ കുഞ്ഞ് സാധാരണമായി നമ്മൾ കഴിക്കുന്നത് പോലെ ഭക്ഷണം എടുത്ത് വായിൽ വെച്ച് ചവച്ചരച്ച് കഴിക്കേണ്ടതാണ്. അപ്പം 1 വയസ്സോ അല്ലെങ്കിൽ 1.5 വയസ്സിനു ശേഷമോ സാധാരണമായി നമ്മൾ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന രീതിയിൽ സ്വന്തമായി ഭക്ഷണം എടുത്ത് അത് വായിലേക്ക് കൊണ്ടുപോയി ചവച്ചരച്ച് വായ്ക്കകത്ത് വച്ചിരിക്കുന്ന ഭക്ഷണം പുറത്ത് കളയാതെ ചുണ്ടുകൾ ഉപയോഗിച്ച് അകത്ത് ചവച്ചരച്ച് കഴിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ ഫീഡിങ് ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത്. അപ്പം ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങൾക്ക് ഫീഡിങ് ഡിഫിക്കൽറ്റി ഉണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഇനി എത്ര ശതമാനം ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങൾക്ക് ഫീഡിങ് ഡിഫിക്കൽറ്റി ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഇപ്പം നമ്മൾ ഓട്ടിസം ഓൾറെഡി ഇന്ത്യയിൽ എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ. അപ്പം 1000 കുഞ്ഞുങ്ങൾക്ക് ഒരാൾക്ക് ഓട്ടിസം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പം ഓട്ടിസം ബാധിതരായ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഫീഡിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവണമെന്നില്ല. പക്ഷേ 90% കുഞ്ഞുങ്ങൾക്കും ഫീഡിങ് ഡിഫിക്കൽറ്റി ഉണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇവർക്ക് ഭക്ഷണം കഴിക്കുന്നതിലുള്ള വെല്ലുവിളികൾ നേരിടുന്നു. പാരന്റ്സ് പറയുന്നുണ്ട് ഇവർ ഭക്ഷണം കഴിപ്പിക്കാൻ എനിക്ക് പാടാണ്, കുഞ്ഞ് ഒരു ഭക്ഷണവും കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഏകദേശം കഴിപ്പിക്കാനായിട്ട് 1.5 മണിക്കൂർ എടുക്കുന്നു, 2 മണിക്കൂറിൽ കൂടുതൽ എടുക്കുന്നു, ചില ഭക്ഷണങ്ങൾ മാത്രമേ കുഞ്ഞ് കഴിക്കുന്നുള്ളൂ. അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പാരന്റ്സ് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഫീഡിങ് ഡിഫിക്കൽറ്റി ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൽ എന്തുകൊണ്ടാണ് ഫീഡിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകാൻ കാരണം? നമുക്ക് ഇത് 4 പോയിന്റിൽ നിന്നാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, ഓട്ടിസം ഉണ്ടാകാനുള്ള ഓട്ടിസം ഉള്ള ബാധിതരായ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആദ്യ കാരണം സെൻസറി പ്രോസസ്സിങ്ങിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ്. രണ്ടാമത് പെരുമാറ്റ വൈകല്യങ്ങൾ അല്ലെങ്കിൽ ബിഹേവിയറൽ ഇഷ്യൂസ് കൊണ്ട്. മൂന്നാമത്തത് പഠന വെല്ലുവിളികൾ അല്ലെങ്കിൽ ലേണിംഗ് സ്റ്റൈലിലുള്ള ഡിഫിക്കൽട്ടീസ് കൊണ്ടാണ്. നാലാമത്തത് ചലന വൈകല്യങ്ങൾ അല്ലെങ്കിൽ മോട്ടോർ ഡിഫിക്കൽട്ടീസ്. ഇതിൽ ആദ്യത്തെ 2 കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ കാരണമായിട്ട് നമ്മൾ പഠനങ്ങളിൽ തെളിയിച്ചിരിക്കുന്നത്. അതായത് ഒരു സെൻസറി പ്രോസസ്സിങ്ങിലുള്ള ബുദ്ധിമുട്ടുകളും പെരുമാറ്റ വൈകല്യങ്ങളുമാണ് കൂടുതലും കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങൾക്ക് ഫീഡിങ് ഡിഫിക്കൽറ്റി ഉണ്ടാക്കുന്നതെന്നാണ് പഠനങ്ങൾ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് സെൻസറി പ്രോസസ്സിംഗ് എന്നുള്ളതാണ്. കാരണം നമ്മൾ മനസ്സിലാക്കി സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡർ ഒരു കാരണമാണ്. ഫീഡിങ് ഡിഫിക്കൽറ്റി ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാൻ കാരണത്തിൽ ഒരു കാരണമാണ് സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡർ. അപ്പോൾ എന്താണ് ഈ സെൻസറി പ്രോസസ്സിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഞാൻ അവിടെ പറയുന്നില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ എടുത്തു പറയുന്നുള്ളൂ. സെൻസറി പ്രോസസ്സിംഗ്, സെൻസറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി ആ പേരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇന്ദ്രിയങ്ങൾ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ബ്രെയിൻ പ്രോസസ് ചെയ്ത് നമ്മൾക്ക് ഒരു ഔട്ട്പുട്ട് കൊടുക്കുന്നതിനെയാണ് സെൻസറി പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പം ഞാനിത് വളരെ ലളിതമായി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ എല്ലാ ദിവസവും ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് അല്ലെ. നടക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, ക്ലൈംബ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഷൂലേസ് കെട്ടുന്നുണ്ട് അല്ലെ, അങ്ങനെ പല്ല് തേക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചെയ്യാൻ സഹായിക്കുന്നത് നമ്മുടെ തലച്ചോറിലാണ്. തലച്ചോറ് എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ ചെയ്യുന്നത്? നമ്മൾക്ക് ചുറ്റുപാടുമുള്ള നമ്മുടെ എൻവയോൺമെന്റിലുള്ള ഇൻഫർമേഷനെ കളക്ട് ചെയ്ത് ആ ഇൻഫർമേഷന്റെ ബേസിസിൽ ബ്രെയിനിൽ ഇൻഫർമേഷൻ പോയി അത് പ്രോസസ് ചെയ്തിട്ടാണ് അതിനൊരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഒരു സെൻസറി പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതിന് വളരെ ലളിതമായ ഒരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോളൂ. അപ്പം ഒരു കൊതുക് എൻ്റെ കയ്യിൽ വന്നിരുന്നു. അപ്പൊ അവിടെ എനിക്ക് കിട്ടുന്ന സെൻസേഷൻ എന്താണ്? ഒരു ടച്ച് അല്ലെ. ഒരു സാധനം എൻ്റെ ഈച്ചയോ അല്ലെങ്കിൽ ഒരു കൊതുകിന്റെ കയ്യിൽ വന്ന് കുത്തുന്നു അല്ലെ. അപ്പൊ ആ ഒരു സെൻസേഷൻ അവിടെ എനിക്ക് കിട്ടി. ആ സെൻസേഷൻ അത് ഒരു നെർവ്സ് വഴി ആ ഇമ്പൾസസ് നമ്മുടെ ബ്രെയിനിലോട്ട് പോകുന്നു. എൻ്റെ ബ്രെയിൻ പ്രോസസ് ചെയ്യുന്ന കൊതുക് വന്നിരിക്കുന്നു. അടുത്ത ആക്ഷൻ എന്തായിരിക്കണം? ഒന്നീ കൈ കൊടയാം അല്ലെങ്കിൽ തട്ടിക്കളയാം അല്ലെ. അപ്പം ഈ ഒരു പ്രക്രിയയാണ് സെൻസറി പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതായത് ഇൻഫർമേഷൻ നമ്മുടെ എൻവയോൺമെന്റിലുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ഓരോ ഇന്ദ്രിയങ്ങൾ വഴി കളക്ട് ചെയ്ത് ബ്രെയിനിന് കൊടുക്കുന്നു. ബ്രെയിൻ അത് പ്രോസസ് ചെയ്ത് അതിന് ആവശ്യമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നു. അപ്പൊ ഇതിലുള്ള എന്തെങ്കിലും തകരാറ് വരുന്നതിനാണ് നമ്മൾ സെൻസറി പ്രോസസ്സിംഗിലുള്ള തകരാറ് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്.
സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിക്ക് എന്താണ് സംഭവിക്കുന്നത്? അപ്പം ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾക്ക് സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡർ ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ അവർക്ക് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നത്? സാധാരണമായി ഇപ്പം നമ്മൾ ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരെ നമ്മൾ പേര് വിളിക്കുകയാണ്. പേര് വിളിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ വിളിച്ച് കേൾക്കണമില്ല. പേരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പേര് വിളിക്കുന്നത് എന്ത് സ്റ്റിമുലസ് ആണ്? ഒരു ഓഡിറ്ററി സ്റ്റിമുലസ് ആണ് അല്ലെ? ഒരു ശബ്ദമാണ് നമ്മളവിടെ കേൾക്കുന്നത്. അപ്പൊ ആ ശബ്ദത്തിനോട് എങ്ങനെ പ്രതികരിക്കണം? ചിലപ്പം കേട്ടിട്ടുണ്ടാവും, ആ ഇൻഫർമേഷൻ ബ്രെയിനിൽ എത്തിക്കാണും, പക്ഷെ ബ്രെയിൻ അവിടെ പ്രോസസ് ചെയ്തിട്ട് ഞാൻ എങ്ങനെയാ റെസ്പോണ്ട് ചെയ്യുന്നത് തിരിഞ്ഞു നോക്കണം എന്നുള്ള ആ ഒരു പ്രോസസ്സ് അവിടെ കുഞ്ഞുങ്ങൾ ഒരു ബുദ്ധിമുട്ട് വരുന്നു. അതായത് കിട്ടുന്ന സ്റ്റിമുലസിനെ ബ്രെയിനിലേക്ക് എത്തിക്കുകയും ബ്രെയിനെ അത് പ്രോസസ് ചെയ്ത് തിരിച്ചൊരു റെസ്പോൺസ് ഉണ്ടാക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുകൾ കാണിക്കും. അപ്പൊ ഇതിൽ ഓരോ നമ്മൾ ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളിൽ കാണിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകളും ഇതിന്റെ ഒരു പരിണാമ ഫലമായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഭക്ഷണം കഴിക്കുന്നതിൽ നമ്മൾ സെൻസസ് ഇൻവോൾവ് ആണ് അല്ലെ? ഇന്ദ്രിയങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ ഭക്ഷണം കഴിക്കുന്നത്? തീർച്ചയായും ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെ ഇന്ദ്രിയങ്ങളാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉപയോഗിക്കുന്നത്? നമുക്ക് നോക്കാം. ഗന്ധം, തീർച്ചയായും നമുക്കറിയാം. നമ്മളിപ്പം അടുത്ത വീട്ടിലൊരു മീൻ വറുക്കുകയാണെങ്കിൽ ഉടനെ നമുക്ക് മനസ്സിലാവും അപ്പുറത്തെ വീട്ടിൽ നല്ല മീൻ വറുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് മറ്റേതെങ്കിലും ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ് എന്നുള്ളത് നമുക്ക് മണം അടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പൊ മണം എന്ന് പറയുന്നത് ഒരു ഭക്ഷണം കഴിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൻസ് ആണ്. അടുത്തത് സ്പർശനം. അതായത് നമ്മുടെ ഇപ്പം നമുക്കറിയാം ചപ്പാത്തി ഇരിക്കുന്നത് പോലെ അല്ല പുട്ടിരിക്കുന്നത് അല്ലെ? പുട്ടിരിക്കുന്നത് പോലെയാണോ ചോറിരിക്കുന്നത്? ചോറ് തൊടുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവം വ്യത്യാസമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പം മുറുക്കെന്ന് പറഞ്ഞ ഒരു ഭക്ഷണം നമ്മൾ കഴിക്കണം. ആ മുറുക്കിന്റെ പ്രതലം എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആണ്. ഓരോ ഭക്ഷണ പദാർത്ഥങ്ങൾക്കും അതിന്റെ ഘനം വ്യത്യാസമാണ്, അതല്ലെങ്കിൽ അതിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആണ്. അതുപോലെ കേൾവി. ഭക്ഷണം കഴിക്കുന്നതിൽ കേൾവിക്ക് എന്ത് പങ്കാണുള്ളത്? കേൾവിക്കും ഒരു പങ്കുണ്ട്. കാരണം ഇപ്പം നമ്മളെ അടുത്തിരുന്ന ഒരാൾ ഭക്ഷണം കഴിക്കുകയാണ്, നമ്മളത് കാണുന്നില്ല, പക്ഷെ നമുക്ക് മനസ്സിലാക്കാം അയാൾ കഴിക്കുന്നത് എന്ത് തരം ഭക്ഷണമായിരിക്കും. നല്ല ഘനമുള്ള, അതായത് മുറുക്ക് പോലത്തുള്ള ഭക്ഷണമാണോ അതോ സോഫ്റ്റ് ഫുഡ് ആണോ എന്ന് നമുക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ? ഞാൻ ഇവിടെ മുന്നിലിരുന്ന് ഇരിക്കുവാണ്, എൻ്റെ പിന്നിലിരുന്ന ഒരാൾ ചിപ്സ് കഴിക്കുകയാണെന്ന് വെച്ചോളൂ, തീർച്ചയായും എനിക്ക് മനസ്സിലാവും അത് ചിപ്സ് ആയിരിക്കും കഴിക്കുന്നത്. കാരണം എനിക്ക് ആ ശബ്ദം കേൾക്കുമ്പോൾ അത് മനസ്സിലാവും. അപ്പം ഭക്ഷണം കഴിക്കുന്നതിൽ ഗന്ധം, സ്പർശം, അതുപോലെ തന്നെ കേൾവിക്കും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ കാഴ്ച. എങ്ങനെയാണ് ഒരു ഫുഡ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്, അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ചില ഭക്ഷണ പദാർത്ഥങ്ങൾ വച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് കഴിക്കാൻ തോന്നുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഹോട്ടലിൽ കയറി, ആ ഹോട്ടലിൽ നിറയെ ഈച്ച ഉണ്ട്. നമ്മൾ എടുക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൽ ഈച്ചയെല്ലാം വന്ന് പറ്റിയിരിക്കുന്നു, അല്ലെങ്കിൽ കരിഞ്ഞിരിക്കുന്ന ഭക്ഷണമാണ്. ആ ഭക്ഷണം എങ്ങനെയാണെന്ന് ടേസ്റ്റ് പോലും നമ്മൾ നോക്കിയിട്ടില്ല, കണ്ടത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കഴിക്കുമോ? ഇല്ല, തീർച്ചയായും കഴിക്കില്ല. അപ്പം കാഴ്ച എന്ന് പറയുന്നതും ഭക്ഷണം കഴിക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സെൻസ് ഓർഗൻ ആണ്. രുചി ഓരോ ആൾക്കാർക്കും വിഭിന്നമാണ്. എനിക്ക് ചിലപ്പോൾ നല്ല പുളിയുള്ള ഭക്ഷണമായിരിക്കും ഇഷ്ടം, മറ്റൊരാൾക്ക് ചിലപ്പോൾ പുളിയായിരിക്കില്ല, മധുരമായിരിക്കും ഇഷ്ടം. ഓരോരുത്തർക്കും ഈ ഓരോ സെൻസസ് വർക്ക് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും, പക്ഷെ എല്ലാത്തിനും അതിന്റെ ഒരു കണക്കനുസരിച്ചായിരിക്കും പോകുന്നത്. ഒന്നും ഏറ്റക്കുറച്ചിലുകൾ വലുതായിട്ടില്ലാതെ നമ്മൾക്ക് നോർമൽ ആയിട്ട് ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ ഈ എല്ലാ സെൻസ് ഓർഗൻസും സഹായിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു ഭക്ഷണം കഴിക്കുന്നതിൽ സെൻസ് ഓർഗൻ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ ഇടപെടലുകൾ ധാരാളമായി ഉണ്ട് അല്ലെ? അപ്പോൾ ഓട്ടിസം ഉള്ളൊരു കുഞ്ഞിന് ഇതുപോലെ തന്നെ ഈ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം ഉണ്ടാവുമല്ലോ ഭക്ഷണം കഴിക്കുന്നതിന്. അപ്പോൾ സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡർ ഉള്ള ഒരു ഓട്ടിസം ഉള്ള കുഞ്ഞിന് സെൻസറി പ്രോസസ്സിംഗിന്റെ ഡിസോർഡർ ഉണ്ടാവാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സെൻസസ്, അതായത് ഭക്ഷണം കഴിക്കുന്നതിന് ഇൻവോൾവ് ആയിട്ടുള്ള ഈ എല്ലാ സെൻസസിലും പ്രോബ്ലം വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതെന്തുകൊണ്ടുണ്ടാകുന്നു വെച്ചാൽ ഈ ഒരു സെൻസസിനെ കൃത്യമായ രീതിയിൽ പ്രോസസ്സ് ചെയ്യാൻ അവർക്ക് സാധ്യമാകുന്നില്ല. അതുകൊണ്ട് എന്താണ് ഉണ്ടാകാൻ? ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ തകരാറ് വരുന്നു അല്ലെ? ആ തകരാറ് കാരണം എന്ത് സംഭവിക്കുന്നു ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾക്ക് എന്ന് വെച്ചാൽ ചിലപ്പോൾ അവർക്ക് രുചി ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മൾക്ക് ഒരു ഓട്ടിസം ഉള്ള ഒരു കുഞ്ഞിന്റെ ഭക്ഷണ ശൈലി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചില കുഞ്ഞുങ്ങൾക്ക് പച്ചച്ചോറ് കഴിക്കുന്നതാണ് ഇഷ്ടം, അതിനോടൊപ്പം ഒരു കറിയും പാടില്ല. അല്ലെങ്കിൽ വളരെ എരി കൂടിയ ഭക്ഷണമായിരിക്കും, അല്ലെങ്കിൽ വളരെ ഉപ്പ് കൂടിയ ഭക്ഷണം കഴിക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനത്തെ ഒരു ഇഷ്ടം നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചൂടുള്ള ഭക്ഷണമോ തണുത്ത ഭക്ഷണമോ കഴിക്കുന്നതിലായിരിക്കും താല്പര്യം. ഭക്ഷണത്തിന്റെ ഘടന അനുസരിച്ച് അല്ലെങ്കിൽ ടെക്സ്ചർ അനുസരിച്ച് ആ ഇഷ്ടങ്ങൾ മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
ചില കുഞ്ഞുങ്ങൾ, ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങൾ, ഇപ്പം മണത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് കൃത്യമായ രീതിയിൽ പ്രോസസ്സ് ചെയ്യുന്നില്ലെങ്കിൽ, നമുക്കറിയാം അടുക്കളയിൽ കടു വറുക്കുമ്പോൾ നമുക്ക് ചുമ വരും അല്ലേ? ഇപ്പം ഈ പ്രോസസ്സിങ്, ഞാൻ നേരത്തെ കേൾവിനെ സംബന്ധിച്ച ഒരു കാര്യം പറഞ്ഞാലോ, നമ്മൾ ഒരു കുഞ്ഞിനെ പേര് വിളിക്കുവാണ്, അപ്പം കുട്ടി എന്ത് ചെയ്യുന്നു? പ്രോസസ്സ് ചെയ്യുന്ന കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യുന്നില്ലെങ്കിൽ കുട്ടി കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യത്തില്ല. അതുപോലെ സ്മെല്ല്, നമ്മളിപ്പോൾ ഒരു അമ്മ അടുക്കളയിൽ ഇരുന്ന് കടുവറുക്കുകയാണ്, ആ മണം കുഞ്ഞിന് കൃത്യമായി പ്രോസസ്സ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മളൊക്കെ ആണെങ്കിൽ ചുമയ്ക്കും അല്ലേ? പക്ഷെ ഈ കുഞ്ഞ് ചിലപ്പോൾ ചുമയ്ക്കണമെന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ചില സ്മെല്ലുകളോട് കൂടുതലായിട്ടുള്ള ഒരു ഇഷ്ടം നമുക്ക് കാണാൻ സാധിക്കും. അതായത് പെട്രോൾ പോലത്തെയുള്ള മണം പോയി മണപ്പിക്കുക, അതുപോലെ തന്നെ എന്താണ് പെയിന്റിന്റെ മണം ഇഷ്ടപ്പെടുന്നത്, ചില ബുക്ക്, നമ്മൾക്കും സാധാരണമായി അങ്ങനത്തെ ഒരു ഇഷ്ടമുണ്ട് അല്ലെ? പഴയ ബുക്കുകളൊക്കെ തുറന്നു വെച്ച് നമ്മളും ചിലപ്പോൾ ചില ആൾക്കാർ മണം എടുക്കാറുണ്ട്. മണ്ണിന്റെ മണം ഇഷ്ടപ്പെടും. ഇത് ഒരു പരിധിയിൽ കൂടുതലാകുന്നു. അതായത് ആ പ്രോസസ്സിങ് കൃത്യമായി നടക്കാതാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മണത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതായത് ചിലപ്പം നമ്മളൊരു ഫുഡ് കോർട്ടിൽ പോവാണ്, അവിടെ ധാരാളം ഭക്ഷണങ്ങൾ, പല തരത്തിലുള്ള ഭക്ഷണങ്ങൾ അവിടെ പാകം ചെയ്യുന്നുണ്ട്. അപ്പം ഒരു പർട്ടിക്കുലർ ഫ്രൂട്ടിന്റെ മണം കുഞ്ഞിന് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഓക്കാനം വരിക, അങ്ങനത്തെ ബിഹേവിയേഴ്സ് കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കാഴ്ചയിൽ, അതായത് ഇപ്പൊ കഞ്ഞിയോടൊപ്പം പയറും കഞ്ഞിയാണ് കുഞ്ഞ് എല്ലാ ദിവസവും കഴിക്കുന്നത്. അതിന് വ്യത്യാസമായി ചിലപ്പോൾ അമ്മ അതിനകത്ത് ക്യാരറ്റ് ഇടുകയോ ബീട്രൂട്ട് ഇടുകയോ ചെയ്യുകയാണെങ്കിൽ കഴിക്കാൻ സാധിക്കും. കാരണം കുഞ്ഞ് കാണുന്നത് ഒരേ തരത്തിലുള്ള ഭക്ഷണമാണ്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എന്തും എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കും. ഇത് ഇത്രയുമാണ് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് തകരാറ് വരുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പം ഈ ഇന്ദ്രിയങ്ങളുടെ തകരാറ് മൂലം ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ഫീഡിങ് ഡിഫിക്കൽട്ടീസ് നമുക്ക് പറയാം, ഒരുമിച്ചൊരു പേര് പറയാം, ഓറൽ സെൻസറി സെൻസിറ്റിവിറ്റി എന്ന് പറയാം. ഈ ഓറൽ സെൻസറി സെൻസിറ്റിവിറ്റി തന്നെ 3 തരത്തിലാണ് കാണപ്പെടുന്നത്. ഒന്ന് അമിതമായ സംവേദനക്ഷമത അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി. രണ്ടാമത് വളരെ പരിമിതമായ സംവേദനക്ഷമത അല്ലെങ്കിൽ ഹൈപ്പോ സെൻസിറ്റിവിറ്റി. മൂന്നാമതായിട്ട് ഫ്ലക്ച്വേറ്റിംഗ് സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ സംവേദനക്ഷമതയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ. ഇതിൽ ആദ്യം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അമിതമായ സംവേദനക്ഷമത അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റിനെ പറ്റിയാണ്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റിമുലേ കൊടുക്കുകയാണ്, അത് ഒരു ടച്ച് ആണെന്ന് വെച്ചോളൂ. ഇപ്പം ഞാനൊരു കുഞ്ഞിനെ മുഖത്തായിട്ടും അത് തൊടാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ ഓട്ടിസം ബാധിക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടാൽ തന്നെ നമുക്ക് കൃത്യമായി ഇത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ കുഞ്ഞിനെ തൊടുന്ന സമയത്ത് ഞാൻ തൊടുന്ന ആ ഒരു ടച്ച് സെൻസേഷൻ കുഞ്ഞിന്റെ ബ്രെയിൻ പ്രോസസ് ചെയ്യുന്നത് ഭയങ്കരമായിട്ടായിരിക്കും. അപ്പം ഈ ഒരു ടച്ച് കുഞ്ഞിന്റെ ബ്രെയിൻ പ്രോസസ് ചെയ്യുന്നത് നമ്മൾ പറയത്തില്ലേ സെൻസിറ്റിവിറ്റി, പല്ലിന് സെൻസിറ്റിവിറ്റി ഉണ്ടാകുമ്പോൾ നമുക്കൊരു പുളിപ്പ് പോലെ ഒരു ഫീലിംഗ് വരുന്നില്ലേ? അത് ഏകദേശം അതിന് സമാനമായിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കും കുട്ടി കാണിക്കുന്നത്. അതായത് നമ്മൾ കുഞ്ഞിന്റെ മുഖത്ത് തൊടുമ്പോൾ തന്നെ കുഞ്ഞ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് കാണിക്കുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉള്ള ഒരു കുഞ്ഞിന് നമ്മൾ ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ കുഞ്ഞ് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? അവന് ചുണ്ടുകൾക്കോ അല്ലെങ്കിൽ കവിളിലോ ഒന്നും തൊടാൻ പാടില്ല. നമ്മൾ ഭക്ഷണം കൊണ്ട് കുഞ്ഞിന്റെ അടുത്തേക്ക് പോവാണ്, നമ്മുടെ കൈ കുഞ്ഞിന്റെ ചുണ്ടിൽ തൊട്ടു എന്ന് വെച്ചോളൂ, കുഞ്ഞെന്ത് പറ്റും? അവന് റിയാക്ഷൻ വരുവാണ്. അവിടെ ബ്രെയിൻ റെസ്പോണ്ട് ചെയ്യുന്ന വേറെ രീതിയിലാണ്. അപ്പൊ കുഞ്ഞെന്ത് ചെയ്യും? ഉടനെ തന്നെ വായ് കൂട്ടിപ്പിടിക്കുന്നു, തലതിരിക്കുന്നു. അപ്പം അവന് ഭക്ഷണം വിശപ്പില്ലാഞ്ഞിട്ടല്ല, അവിടെ ഈ ഒരു സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ അത് അമിതമായതുകൊണ്ട് കുഞ്ഞിനത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതേസമയം നമ്മൾ ഈ ചുണ്ടിലൊന്നും പറ്റിക്കാതെ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് വായിക്കകത്തോട്ട് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം ഭക്ഷണം കഴിച്ചെന്നിരിക്കും. അപ്പം ഇങ്ങനെയുള്ള അല്ലെങ്കിൽ അമിതമായ സംവേദനക്ഷമത ഉള്ള കുഞ്ഞുങ്ങളിൽ കാണുന്ന കുറച്ച് സിംറ്റംസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പം അവർക്ക് ഇപ്പം ചില അമ്മമാർ വന്ന് നമ്മളോട് പറയാറുണ്ട്, ഒരിക്കലും പല്ല് തേക്കാനായിട്ട് വാ തുറന്ന് തരാറേ ഇല്ല, മുഖം കഴുകാൻ സമ്മതിക്കത്തില്ല, നഖം വെട്ടാൻ സമ്മതിക്കത്തില്ല, കുളിച്ചിട്ടൊന്ന് തല തോർത്താൻ പോലും സമ്മതിക്കത്തില്ല. ഇതൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ മേ ബി ഈ കുട്ടിക്കൊരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടോ എന്ന് സംശയിക്കേണ്ടി. അതുപോലെ തന്നെ ഇവരുടെ അടുത്ത് നമ്മൾ കാണുന്നതാണ് ഭക്ഷണം വായിക്കാത്ത വെച്ച ഉടനെ തന്നെ ഓക്കാനിക്കുക. കാരണം ആ ഭക്ഷണത്തിന്റെ ടെക്സ്ചർ, ഘടന കുഞ്ഞിന് പിടിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഉടനെ ഓക്കാനം വരിക. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ കുഞ്ഞിന്റെ വായിലോ കയ്യിലോ ഒക്കെ ഇച്ചിരി എച്ചിൽ പറ്റുവാണെങ്കിൽ അതിന് ഒത്തിരി ഒരു റിയാക്ഷൻ കാണിക്കും. അതായത് അവന് പറ്റുന്നില്ല ആ ഒരു സാധനം അവിടെ ഇരിക്കുന്നത്, നമ്മൾ അത് തൂത്ത് കളയുന്നത് വരെയും കുഞ്ഞ് കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ബിഹേവിയർ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഈ ഒരു ബിഹേവിയർ കാണിക്കുന്ന കുട്ടികളെയാണ് നമ്മൾ പറയുന്നത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ അമിതമായ സംവേദനക്ഷമതയുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. ഇനി വളരെ പരിമിതമായ സംവേദനക്ഷമത അല്ലെങ്കിൽ ഹൈപ്പോ സെൻസിറ്റിവിറ്റി എന്ന് നമുക്ക് പറയാം. ഇത് നേരത്തെ പറഞ്ഞ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു കുഞ്ഞിനെ ടച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഞാൻ യൂഷ്വലി ഇങ്ങനെയാണ് ടച്ച് ചെയ്യുന്നത്.
അത് ആ കുഞ്ഞിന് പോരാ. ഇങ്ങനെ അതായത് നമ്മളിപ്പോ ഇങ്ങനെ വിളിച്ചാൽ ആ കുട്ടി വിളി കേൾക്കണമെന്നില്ല. പുലിക്ക് എന്ന് വിളിച്ചാലേ ചിലപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കത്തുള്ളൂ. അതായത് റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കൊടുക്കുന്നതിലും കൂടുതൽ കൊടുക്കേണ്ടി വരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ കാണുന്ന സാധാരണ രീതിയിൽ കാണുന്ന ബിഹേവിയേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കുട്ടി എന്ത് ഭക്ഷണ സാധനം അല്ലാതെ തന്നെ വേറെ എന്ത് സാധനം കണ്ടാലും അതിനെ വായിക്കാത്തിടുക, ചവയ്ക്കുക, എപ്പോഴും എന്തെങ്കിലും സാധനം വായിക്കാത്തിട്ട് ചവയ്ക്കുക. ഇപ്പം കളിക്കാനുള്ള പന്ത് കൊടുക്കുകയാണെന്ന് വെച്ചോളൂ, ആ പന്തും എടുത്ത് ആദ്യം വായിക്കാത്തിട്ട് ചവച്ച് അതിനെ പൊട്ടിച്ചെടുക്കുക. ധാരാളം തുപ്പല് വന്നുകൊണ്ടേയിരിക്കും, തുപ്പല് വെളിയിൽ ഇങ്ങനെ ഡ്രൂളിംഗ് പോലെ വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ വ്യത്യസ്തമായ പ്രതലങ്ങളിൽ പോയി എപ്പോഴും എന്തെങ്കിലും സാധനം കയ്യിൽ വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം പോയി തടവിക്കൊണ്ടിരിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഹൈപ്പോ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ പരിമിതമായ സംവേദനക്ഷമതയുള്ള കുഞ്ഞുങ്ങളിൽ കാണാൻ സാധിക്കും. ഇനി അടുത്ത് പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗ് സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ സംവേദനക്ഷമതയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ്. ഈ രണ്ടിന്റെയും കോമ്പിനേഷൻ ആവാം. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ കുഞ്ഞ് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കും, നോർമൽ ആയിട്ടുള്ള സെൻസിറ്റിവിറ്റി, ഒരു സാധാരണ ഒരാൾ എങ്ങനെയാണോ അതുപോലത്തെ ഒരു സെൻസിറ്റിവിറ്റി ആയിരിക്കും. ചില സമയങ്ങളിൽ ഒന്നീ ഹൈപ്പോ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ഈ ഒരു ഇതിൽ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു സെൻസേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഓറൽ അതായത് നമ്മുടെ സെൻസറി പ്രോസസ്സിംഗ് പ്രോബ്ലം ഉള്ള ഒരു ഓട്ടിസം ബാധിതനായ കുട്ടിക്ക് ഓറൽ സെൻസറി ഇഷ്യൂസ് കാണാനുള്ള സാധ്യത വളരെ അധികമാണ്. അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്നാവാം. ഒന്നേ ഹൈപ്പോ സെൻസിറ്റിവിറ്റി, ഹൈപ്പർ സെൻസിറ്റിവിറ്റിയോ അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് സെൻസിറ്റിവിറ്റിയോ ഉണ്ടാകാനുള്ള സാധ്യത ധാരാളമാണ്. ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു രണ്ടാമത്തെ കാരണം, അതായത് പെരുമാറ്റത്തിലുള്ള വൈകല്യങ്ങൾ, ബിഹേവിയറൽ ഇഷ്യൂസ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, രണ്ട് കാരണങ്ങളാണ് ബേസിക്കലി ഫീഡിങ് ഡിഫിക്കൽട്ടിയിൽ ഏറ്റവും അധികം ഉണ്ടാവാൻ ഫീഡിങ് ഡിഫിക്കൽട്ടീസ് ഓട്ടിസം കുട്ടികൾ ഉണ്ടാക്കുന്നത്. ഒന്ന് സെൻസറി പ്രോസസ്സിംഗ്, രണ്ട് പെരുമാറ്റത്തിലുള്ള വൈകല്യങ്ങൾ. പെരുമാറ്റത്തിലുള്ള വൈകല്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ ആവർത്തിച്ചിട്ടുള്ളതും അനുഷ്ഠാനപരമായിട്ടുള്ള പെരുമാറ്റം, അതായത് റിച്വലിസ്റ്റിക് ബിഹേവിയേഴ്സ്. രണ്ട് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ, മൂന്നാമത് ഭയവും ഉത്കണ്ഠയും. ഇതെന്താ നമുക്ക് നോക്കാം. അനുഷ്ഠാനപരമായ പെരുമാറ്റം, നമ്മളിപ്പോൾ ഒരു ഓട്ടിസം ഉള്ളൊരു കുഞ്ഞിനെ എടുക്കുകയാണെങ്കിൽ ആ കുട്ടികളിൽ ചില കാര്യങ്ങൾ അവർക്ക് ഒരേ രീതിയിൽ മാത്രമേ ചെയ്യത്തുള്ളൂ. അതായത് ഇപ്പൊ സ്കൂളിൽ പോകുന്നത് ഒരു വഴിയിലൂടെ ആണെങ്കിൽ ആ വഴിയിലൂടെ മാത്രമേ പോകത്തുള്ളൂ. അല്ലെങ്കിൽ അവരുടെ ഒരു ദിവസത്തെ റുട്ടീൻ മാറുകയാണെങ്കിൽ ഉടനെ, ഇപ്പം അവർക്ക് സ്കൂളിൽ ഒരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സെഷൻ ഉണ്ട്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സെഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ സ്പോർട്സ് സെഷൻ ആണെന്ന് വെച്ചോളൂ. ഒരു ദിവസം ടീച്ചർ സ്പോർട്സ് പഠിപ്പിക്കുന്ന ടീച്ചർ വന്നിട്ടില്ല, അപ്പൊ അന്നത്തെ ദിവസം സ്പോർട്സ് ഇല്ല. ഈ കുട്ടിക്ക് പക്ഷേ സ്പോർട്സിന് പോയേ പറ്റൂ, കാരണം അവൻ ആ ഒരു രീതിയിലുള്ള പഠനമാണ്, അവന്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു പിക്ചറാണ് ഓൾറെഡി വന്നിരിക്കുന്നത്. അപ്പം ആ ഒരു റിച്വലിസ്റ്റിക് ബിഹേവിയർ ഈവൻ ഭക്ഷണം കഴിക്കുന്നതിലും കാണാൻ സാധിക്കും. അതായത് നമ്മൾ ചിലപ്പം കൊടുക്കുന്നത് ഒരു പർട്ടിക്കുലർ കപ്പിലോ അല്ലെങ്കിൽ പ്ലേറ്റിലോ ആയിരിക്കും ഭക്ഷണം കൊടുക്കുന്നത്. ആ രീതിയിലുള്ള ഭക്ഷണം ഇപ്പം അതിലല്ലാതെ വേറെ ഏതെങ്കിലും മാറി ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ അമ്മ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലി മുറിച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്. ഈ കുഞ്ഞ് ഒരു ദിവസം എന്തെങ്കിലും കാരണവശാലും മുറിച്ചിട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ ബിഹേവിയർ പ്രോബ്ലംസ് കാണിക്കുക. ഇത് അനുഷ്ഠാനപരമായ പെരുമാറ്റം കൊണ്ട്, അതായത് അവർക്ക് ഇന്നേറ്റ് ആയിട്ടുള്ളൊരു ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് അതും ചിലപ്പം ഫീഡിങ് ഡിഫിക്കൽട്ടീസിലേക്ക് കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ട് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ. എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഒരു സമയം തന്നെ 2-3 കാര്യങ്ങൾ ഏകോപിച്ച് ചെയ്യാനുള്ള കഴിവ്. ഇത് നമ്മൾക്ക് അറിയാം, ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കാറുണ്ട് അല്ലേ? അപ്പം അതുപോലെ തന്നെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പം നമുക്കിപ്പം ചോറ് കഴിക്കുന്ന സമയത്ത് ചോറ് മാത്രമല്ല, ഒഴിക്കാൻ ചിലപ്പോൾ ഒരു കറി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു തോരനോ അവിയലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും അല്ലേ? അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, ചോറെടുത്ത് കുറച്ച് കറിയൊക്കെ മിക്സ് ചെയ്തായിരിക്കും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കും. പക്ഷെ ഓട്ടിസം ഉള്ള ഒരു കുഞ്ഞിന് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ഒരു സമയത്ത് തന്നെ പല കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ചിലപ്പം ചോറ് മാത്രം ഒരു നേരത്ത് കഴിക്കും. അതായത് മിക്ക കുട്ടികളും പച്ചച്ചോറ് മാത്രം കഴിക്കത്തുള്ളൂ, അല്ലെങ്കിൽ തിരഞ്ഞു പിടിച്ച് മാത്രമേ കഴിക്കത്തുള്ളൂ. അത് ബേസിക്കലി നമുക്ക് ഒരു എക്സിക്യൂട്ടീവ് ഫംഗ്ഷനിലുള്ള ബുദ്ധിമുട്ടുകൾ കാരണമായിരിക്കും. അതായത് ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ വെക്കുമ്പോൾ ഇവർക്കൊരു ഉള്ളിൽ നിന്ന് ഒരു സമ്മർദ്ദം വരും, അതായത് ഒരു സ്ട്രെസ് ഫാക്ടർ അവിടെ വരും. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാനായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ വരികയും, ചില കുഞ്ഞുങ്ങൾക്ക് അതെങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ വയററിയാതെ ഭക്ഷണം കഴിക്കുക, അമിതമായ ആഹാരം കഴിക്കുക. ചില കുഞ്ഞുങ്ങൾ എന്തെങ്കിലും തിരഞ്ഞു പിടിച്ച ആഹാരം കഴിക്കുന്ന രീതിയും നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമതായിട്ട് വരുന്നതാണ് ഭയവും ഉത്കണ്ഠയും. ഇത് മിക്ക പാരന്റ്സും ഒന്ന് കംപ്ലൈന്റ് പറയുന്ന ഒരു ഫാക്ടറാണ്. അതായത് ഒരു അമ്മ എന്നോട് പറഞ്ഞതാണ്, കുഞ്ഞ് ഭക്ഷണം എന്താണെന്ന് പോലും നോക്കത്തില്ല,
ഞാൻ ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് കൊണ്ടുവരുമ്പോൾ തന്നെയും കരയുകയാണ് ചെയ്യുന്നത്. അതേസമയം പിടിച്ചു വെച്ച് ഒരു വാ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കഴിച്ചോളൂ. അപ്പൊ അവിടെ എന്താണ് അവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ, എന്ത് ഭക്ഷണം കൊടുക്കുന്നതിന് മുന്നേ ഉള്ളിൽ ഒരു ഉത്കണ്ഠ കുഞ്ഞുങ്ങൾ ആൻസൈറ്റി ഡെവലപ്പ് ചെയ്യുന്നു. പേടിയും ഫിയർ ആൻഡ് ആൻസൈറ്റി. ഈ ഒരു ഫിയർ ആൻഡ് ആൻസൈറ്റി ഫാക്ടർ കാരണം അവർക്ക് എന്താണ് അത് ഒന്ന് ചിന്തന, നമ്മൾക്കായാലും തന്നെ മനസ്സിലാകും. ഒരു ആൻസൈറ്റി ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ചിന്തിക്കാനുള്ള പ്രോസസ്സ് അവിടെ നഷ്ടപ്പെടുന്നു അല്ലേ. അപ്പം അതുപോലെ തന്നെ ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾക്കും ആൻസൈറ്റി എന്ന് പറഞ്ഞ ഇഷ്യൂ അല്പം കൂടുതലായതുകൊണ്ട് തന്നെ അവർ എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ അത് റിയാക്ട് ചെയ്യും. പക്ഷെ പതുക്കെ അത് ഓവർകം ചെയ്യുകയാണെങ്കിൽ അവർ ആദ്യം ഒരു പതുക്കെ ഒരു ഇത് കൊടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ തവണ ചിലപ്പം വായിൽ എടുത്തിരിക്കാം. പക്ഷെ വീണ്ടും അതേ ഭക്ഷണം തന്നെ നെക്സ്റ്റ് ടൈം ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഇതേ പ്രശ്നം തന്നെ ഉണ്ടാവും. അത് ഈ ആൻസൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ കൊണ്ട് ഉണ്ടാവുന്ന ഒരു കാരണമാണ്. ഇങ്ങനെയാണ് നമ്മുടെ പെരുമാറ്റത്തിലുള്ള വൈകല്യങ്ങൾ കുഞ്ഞിന്റെ ഭക്ഷണ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ പറയുന്നത് ലേണിംഗ് സ്റ്റൈലിനെ പറ്റിയാണ്. അപ്പൊ പഠന വൈകല്യം എന്ന് പറയുന്നത് LD അല്ല ഉദ്ദേശിക്കുന്നത്. ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങൾ സാധാരണ കുട്ടികളെ പോലെ അല്ല ചില കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്. അവർ പഠിക്കുന്നത് വളരെ വ്യത്യാസമായിട്ട്. അപ്പം നമ്മൾക്കറിയാം, നമ്മുടെ ഒരു കാര്യം പഠിച്ചു. ഇപ്പം A for ആപ്പിൾ, A for ആപ്പിൾ ആവാം, A for ആന്റ് ആവാം, A for ആക്സ് ആവാം, A for ആം ആവാം അല്ലെ. ഇപ്പം പക്ഷെ ഓട്ടിസം ആയിട്ടുള്ള കുട്ടി, നമ്മളിപ്പം ഓട്ടിസം ബാധിതരായ കുഞ്ഞിനെ ഒരു അമ്മ ഒരു കാര്യം പഠിപ്പിക്കുകയാണെങ്കിൽ അവർ ആ ഒരു കാര്യമേ പഠിക്കുന്നുള്ളൂ. അതിൽ നിന്ന് വ്യത്യാസമായി എന്തെങ്കിലും രീതിയിൽ ചിന്തിക്കാനായിട്ട് പെട്ടെന്ന് അവർക്ക് സാധിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ സ്കൂളിലാണെങ്കിൽ അമ്മ ഒരു പർട്ടിക്കുലർ രീതിയിലായിരിക്കും കട്ട് ചെയ്തുള്ള ഭക്ഷണം കൊടുക്കുന്നത്. സ്കൂളിൽ ടീച്ചറിന് ചിലപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കണമെന്നില്ല. അപ്പം സാഹചര്യത്തിനനുസരിച്ച് താൻ പഠിച്ചതിൽ നിന്ന് വ്യത്യാസമായി ചെയ്യണമെന്നുള്ളത് കുഞ്ഞിന് അവിടെ മനസ്സിലാവില്ല. കുഞ്ഞിന് അതേ രീതി തന്നെ പറ്റത്തുള്ളൂ. അപ്പോൾ അതും ചില സമയങ്ങളിൽ എങ്ങനെയാണ് എക്സിബിറ്റ് ചെയ്യുന്നത്, ഫീഡിങ്ങിലുള്ള ബുദ്ധിമുട്ട്. കാരണം കുട്ടി ആ രീതിയിൽ കിട്ടുന്നത് വരെയും ഭക്ഷണം കഴിക്കില്ല. അപ്പൊ അതും ഒരു ഫീഡിങ് ഡിഫിക്കൽട്ടി ആയിട്ട് നമ്മൾക്ക് കുഞ്ഞ് കാണിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് പഠനത്തിലുള്ള വെല്ലുവിളികൾ അല്ലെങ്കിൽ ലേണിംഗ് സ്റ്റൈലിലുള്ള ഡിഫറൻസ് കാരണമുള്ള ഫീഡിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു മോട്ടോ ഡിഫിക്കൽട്ടീസ്. അപ്പൊ നമ്മൾ പറഞ്ഞു പഠനത്തിലുള്ള അല്ലെങ്കിൽ ലേണിംഗ് സ്റ്റൈലിലുള്ള ഡിഫിക്കൽട്ടീസും മോട്ടോ ഡിഫിക്കൽട്ടീസും ഒരു പരിധിവരെ അത്രയും നമുക്ക് ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങളിൽ കാണുന്നില്ല. കൂടുതലായിട്ടും സെൻസറി പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ ബിഹേവിയർ ഇഷ്യൂസ് ആണ് കൂടുതലായിട്ടുള്ളൊരു കാരണമായിട്ട് കാണപ്പെടുന്നത്. എന്നിരുന്നാലും നമുക്ക് മോട്ടോർ ഡിഫിക്കൽട്ടീസ് എന്താണെന്ന് നോക്കാം. മോട്ടോർ എന്ന് പറയുന്നത്, നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ദേഹത്ത് ഒരു കൊതുക് വന്നിരുന്നാൽ കൈ ഉയർത്തി അതിനെ അടിക്കണം. ഇതൊരു മോട്ടോർ ആക്ടിവിറ്റിയാണ് അല്ലെ. അതുപോലെ തന്നെ ഞാനിപ്പോൾ സംസാരിക്കുന്നു അല്ലെങ്കിൽ ഭക്ഷണം എൻ്റെ വായ്ക്കകത്ത് വെക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, ചവയ്ക്കുന്നു. ഈ ഒരു മൂവ്മെന്റിന് വേണ്ടി എനിക്ക് ആവശ്യം എൻ്റെ മസിൽസ് നല്ല സ്ട്രോങ് ആയിരിക്കണം. അതേസമയം എനിക്കൊരു വീക്ക്നെസ്, ഒരു വശത്തേക്ക് ചരിഞ്ഞിരിക്കുകയാണ്, ഞാൻ ചവയ്ക്കുന്ന രീതി വ്യത്യാസം വരും. അപ്പം ഇതുപോലെ തന്നെ പേശികളിലുള്ള ബലക്കുറവ് അല്ലെങ്കിൽ പേശികൾ മൂവ് ചെയ്യുന്നതിൻ്റെ, അതായത് മൂവ്മെന്റിൽ ഉണ്ടാവുന്ന റെസ്ട്രിക്ഷൻസ്, അതുപോലെ തന്നെ കോർഡിനേറ്റിംഗ് ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ചലന പരിമിതികൾ, ഇതെല്ലാം കാരണവും ഒരു കുഞ്ഞിന് ഫീഡിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും. ഇത് എല്ലാ ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങൾക്കും ഒരു മോട്ടോ ഡിഫിക്കൽട്ടി ഉണ്ടാകണമെന്നില്ല. പക്ഷേ നമുക്കൊരു പറയുകയാണെങ്കിൽ ഒരു 20% കുഞ്ഞുങ്ങൾക്ക് മോട്ടോ ഡിഫിക്കൽട്ടീസും ഉണ്ടാകാൻ, ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങൾക്ക് മോട്ടോ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മോട്ടോ ഡിഫിക്കൽട്ടീസ് കാരണം ഈ പേശികളുടെ ബലക്കുറവ് അല്ലെങ്കിൽ വേഗത കുറവൊക്കെ കൊണ്ടായിരിക്കും കൂടുതലും ഉണ്ടാകാറുള്ളത്. എങ്ങനെയായിരിക്കും ഇപ്പം നമ്മൾ പറഞ്ഞായിരുന്നു ഫീഡിങ് ഡിഫിക്കൽട്ടീസ്, ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങൾക്ക് ഫീഡിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അതിന്റെ കാരണങ്ങൾ ഇന്നതാണ് നമ്മൾ മനസ്സിലാക്കി. പക്ഷെ എങ്ങനെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണ്? ഇപ്പം ഒരു അമ്മ വന്ന് പറയാണ്, ഞാൻ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കുഞ്ഞ് ഭക്ഷണം എല്ലാം എടുത്ത് വായ്ക്കകത്ത് വാരി വയ്ക്കും. വായ്ക്കകത്ത് വാരി വെച്ചിട്ട് അതായത് കവിളിന്റെ 2 ഭാഗത്തും വെച്ചുകൊണ്ടിരിക്കും, ചവച്ചിറക്കത്തില്ല. കുറേ നേരം വെച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ അത് തുപ്പിക്കളയും, അല്ലെങ്കിൽ ചിലപ്പം കുറച്ച് കഴിക്കും എന്ന് പറയാണ്. അതിനെ നമ്മൾ പറയുന്നത് ഫുഡ് പോക്കറ്റിംഗ്. അതൊരു സിംറ്റമാണ്. പക്ഷെ അത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫീഡിങ് ഡിഫിക്കൽട്ടീസ് ആവില്ല. അതിനോടൊപ്പം വേറെ പല കാരണങ്ങളും കൂടെ ഉണ്ടാവണം. അത് ഒരു സിംറ്റമാണ്, ഫീഡിങ് ഡിഫിക്കൽട്ടീസിന്റെ ഒരു സിംറ്റമായി മാറുന്നു. രണ്ടാമത് ക്രോണിക് എക്സ്പെൽഷൻ. ക്രോണിക് എക്സ്പെൽഷൻ എന്ന് പറയുമ്പോൾ ഫുഡ് നമ്മൾ വായിലേക്ക് വച്ചു കൊടുക്കുമ്പോൾ തന്നെ തുപ്പിക്കളയുക. എന്താണ് എന്ന് പോലും നോക്കാതെ കുഞ്ഞ് ഭക്ഷണം വയ്ക്കുന്നു, അതുപോലെ തുപ്പുന്നു. എങ്ങനെ വെക്കുന്നു അതുപോലെ തുപ്പുന്നു. ചവച്ച് പോലും നോക്കാതെ തിരിച്ചു തുപ്പിക്കൊണ്ടേയിരിക്കുക. ക്രോണിക് എക്സ്പെൽഷൻ. അതുപോലെ തന്നെ മൂന്നാമത്തത് ഭക്ഷണം വായിൽ എത്തുന്ന ഉടനെ, ചിലപ്പോൾ ഇത് എത്തിയ ഉടനെ അല്ല, എത്തിക്കഴിഞ്ഞ് വായിക്കകത്തോട്ട് എത്തി ഭക്ഷണം ഒന്ന് ചവയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഓക്കാനം വരിക.
അത് അടുത്തതായിട്ടുള്ള സിംറ്റം. അതായത് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ചിലപ്പം ഘടന കുഞ്ഞിന് ഇഷ്ടപ്പെടില്ല, ടെക്സ്ചർ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കും കുഞ്ഞ് ഛർദ്ദിക്കുന്നത്. അപ്പം ഭക്ഷണം വായിൽ എത്തുന്നതോടൊപ്പം ഛർദ്ദിക്കാൻ ഉള്ള ടെൻഡൻസി കാണിക്കുക, ഇത് മൂന്നും ഒരു ലക്ഷണമാണ്. തിരഞ്ഞെടുത്ത് ഭക്ഷണം നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ചോറും കറിയും ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചോളൂ. ഇപ്പോൾ ക്യാരറ്റ് എല്ലാ പച്ചക്കറികളും മാത്രം മാറ്റി വെച്ചിട്ട് പച്ചച്ചോറ് മാത്രം എടുത്ത് കഴിക്കുക, അങ്ങനെ ചെയ്യുന്ന കുട്ടികൾ ധാരാളം ഉണ്ട് അല്ലേ. അപ്പം തിരഞ്ഞു പിടിച്ചെടുത്ത് ഭക്ഷണം കഴിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഭക്ഷണം നിരസിക്കുക, ഭക്ഷണം കൊണ്ടുവരുമ്പോൾ തന്നെ ആ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ തലതിരിക്കുക. പ്രോബബ്ലി ആ കുഞ്ഞ് ചിലപ്പോൾ ഒരു ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരിക്കാം. അതുകൊണ്ടായിരിക്കും അവന് ഭക്ഷണം എടുക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് കാരണം ആ ഒരു എങ്ങനെയായിരിക്കും ഞാൻ റെസ്പോണ്ട് ചെയ്യേണ്ടത്, എന്നെ എന്തോ ചെയ്യാൻ എനിക്ക് ചിലപ്പോൾ ഇതെന്റെ ചുണ്ടിൽ തട്ടുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റത്തില്ല എന്നുള്ള ആ ഒരു ടെൻഡൻസി കാരണം കുഞ്ഞ് ഓൾറെഡി തന്നെ മുഖം തിരിക്കുന്നത്. അപ്പം ഫുഡ് റെഫ്യൂസൽ അല്ലെങ്കിൽ ഭക്ഷണം നിരസിക്കുക, അല്ലെങ്കിൽ ചില ഘടനയുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക, പിക്കി ഈറ്റിംഗ് എന്ന് പറയും. അപ്പം അതായത് ദോശ കഴിക്കും, പക്ഷെ ദോശയുടെ മൊരിഞ്ഞ ഭാഗം മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പം കഴിക്കും, അപ്പത്തിന്റെ മൊരിഞ്ഞ ഭാഗം മാത്രമേ കഴിക്കത്തുള്ളൂ. ചപ്പാത്തി കഴിക്കും, ചപ്പാത്തിയുടെ ഈ മൊരിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം എടുത്ത് കഴിക്കും. അപ്പം ചില ടെക്സ്ചേഴ്സിന്റെ പ്രിഫറൻസ് നോക്കി മാത്രം ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ മുറുക്ക്, ചിപ്സ്, അതുപോലെ എന്ത് കട്ടിയുള്ള പദാർത്ഥങ്ങളും കഴിക്കും, പക്ഷെ ചോറ് സോഫ്റ്റ് ആണ് അത് കഴിക്കത്തില്ല, കേക്ക് കഴിക്കത്തില്ല, അങ്ങനെ കാണാം. അതുപോലെ തന്നെ ഈ ടെക്സ്ചർ പ്രിഫറൻസിൽ തന്നെ വേറെ നമ്മൾ നോക്കുകയാണ്, ചില പ്രോഡക്റ്റ് നമുക്ക് ഇഷ്ടമാണ്, അതായത് മിൽക്കി ബാർ അങ്ങനത്തെ ഇത് കഴിക്കും, പക്ഷെ അതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ചോക്ലേറ്റ് ആണെങ്കിൽ അത് കഴിക്കത്തില്ല. സ്റ്റിക്കേഴ്സിന്റെ കാറ്റഗറിയിൽ വരുന്ന ചോക്ലേറ്റ്, അതായത് അതിൽ ഇത് ചോക്ലേറ്റ് തന്നെ അതിനകത്ത് കപ്പലണ്ടി വരികയാണെങ്കിൽ കഴിക്കത്തില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തു അതിനകത്ത് അടങ്ങിയിട്ടുണ്ടെങ്കിൽ കഴിക്കത്തില്ല. പ്ലെയിൻ ചോക്ലേറ്റ് ആണെങ്കിൽ കഴിക്കും, അങ്ങനെ കാണുന്ന കുട്ടികളുമുണ്ട്. അപ്പം അതാണ് നമ്മൾ പറയുന്നത് ചില ഘടനകളുള്ള ഭക്ഷണം തിരഞ്ഞെടുത്ത് കഴിക്കും. അപ്പം ഇതെല്ലാമാണ് ഭക്ഷണം കഴിക്കുന്നതിനുള്ള ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു സിംറ്റം കാണിക്കുന്നതിനോടൊപ്പം തന്നെ അമ്മമാർ പറയാണ് കുഞ്ഞ് ഭക്ഷണം കഴിക്കാൻ 40 മിനിറ്റ് കൂടുതൽ എടുക്കും. അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കുഞ്ഞ് 1.5 മണിക്കൂറോളം എടുക്കുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഫീഡിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ട്, പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടു അല്ലെ. നമ്മളിപ്പോ മൂന്ന് വെച്ചിട്ട് 3 ലക്ഷണങ്ങൾ, മൊത്തം 6 ലക്ഷണങ്ങളാണ് കണ്ടത്. ഈ ലക്ഷണങ്ങളുടെ ബേസിസിൽ ഫീഡിങ് ഡിഫിക്കൽട്ടിയെ നമ്മൾ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ പഠനങ്ങളുടെ ബേസിസിലായിട്ടാണ് ഞങ്ങൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 1 ഭക്ഷണം തിരഞ്ഞെടുത്ത് കഴിക്കുക അല്ലെങ്കിൽ പിക്കി ഈറ്റിംഗ്, 2 ഭക്ഷണം നിരസിക്കൽ ഫുഡ് റെഫ്യൂസൽ, 3 കൂട്ടിക്കുഴച്ച് കഴിക്കുക അല്ലെങ്കിൽ മെസ്സി ഈറ്റിംഗ് എന്ന് പറയും. ഇപ്പം ഈ ഒരു ലക്ഷണം സയൻസ് ആൻഡ് സിംറ്റംസിന്റെ ബേസിസിലാണ് നമ്മൾ ഈ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഭക്ഷണ സാധനങ്ങൾ തിരഞ്ഞെടുത്ത് കഴിക്കുന്നതിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അത് കൂടുതലും നമുക്കറിയാം ഒരു ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള സെൻസിറ്റിവിറ്റി ഉള്ള കുട്ടിയായിരിക്കും. ചില ടെക്സ്ചേഴ്സ് മാത്രം എടുത്ത്, അതായത് ചില ഘടനയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രം എടുത്ത് നോക്കിയെടുത്ത് കഴിക്കുക, ചില ഘടനയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കുക. അതായത് ഇപ്പോ ദോശ കഴിക്കും, ദോശയുടെ ചുറ്റുമുള്ളത് കഴിക്കുന്നുണ്ട്, അതേസമയം ദോശയുടെ അകത്തുള്ള അല്ലെങ്കിൽ അപ്പത്തിനകത്തുള്ള സോഫ്റ്റ് പാർട്ട് നമ്മൾ വായിക്കാത്ത ചെന്ന ഉടനെ വോമിറ്റ് ചെയ്യുക. അങ്ങനത്തതാണ് ഈ ഭക്ഷണ സാധനങ്ങൾ തിരഞ്ഞെടുത്ത് കഴിക്കുന്നത്. ഭക്ഷണം നിരസിക്കൽ, അതായത് കാണുന്നതിന് മുന്നേ തന്നെ കംപ്ലീറ്റ് ആയിട്ട് വേണ്ട പറയുക. അതുപോലെ തന്നെ സ്പൂൺ തട്ടി മാറ്റുക, കരയുക, ഭക്ഷണം കാണുമ്പോൾ തന്നെ ചില കുഞ്ഞുങ്ങൾ കരയാൻ തുടങ്ങും. അതുപോലെ ഓടി ഒളിക്കുക, ഒരിടത്ത് ഇരിക്കാതെ ഇറങ്ങി ഓടുക, അങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കുകയാണെങ്കിൽ അത് ഭക്ഷണം നിരസിക്കുന്ന കുഞ്ഞ്. കംപ്ലീറ്റ് ആയിട്ട് ഒരു വാ പോലും ചിലപ്പോൾ എടുക്കാൻ ചില കുഞ്ഞുങ്ങളെ കൂട്ടാക്കത്തില്ല. അല്ലെങ്കിൽ തന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണെങ്കിൽ ബഹളവും കരച്ചിലും ഒക്കെ ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും ഇത്, ഭക്ഷണ സാധനം കണ്ട ഉടനെ തന്നെ. അതുപോലെ തന്നെ മോശമായ രീതിയിൽ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ കൂട്ടിക്കൊഴിച്ച് കഴിക്കുക. അത് ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതലും ഹൈപ്പോ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ, അതായത് ഇവർക്ക് ആവശ്യമായിട്ടുള്ള സെൻസേഷൻ കിട്ടുന്നില്ല. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്, ഭക്ഷണ സാധനങ്ങൾ എടുത്ത് വായിക്കകത്ത് വയ്ക്കും, അതോടൊപ്പം കയ്യും എടുത്ത് വയ്ക്കും, കയ്യും ഭക്ഷണ സാധനത്തോടൊപ്പം കുറച്ചു നേരം വച്ചിരിക്കും. അപ്പൊ എന്താ, അവർക്ക് ആ വായിക്കകത്ത് സെൻസേഷൻ കിട്ടുക. സെൻസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് തുപ്പിക്കളയും. ചിലപ്പോൾ മാത്രമേ ചവച്ചിറക്കണമെന്ന് നിർബന്ധമുള്ളൂ. അപ്പം അത് മാത്രമല്ല, കിട്ടുന്ന എന്ത് സാധനം എടുത്തും വായിക്കകത്ത് വയ്ക്കുക. അത് അങ്ങനെയുള്ള കുട്ടികളായിരിക്കും മെസ്സി ഈറ്റേഴ്സ് എന്ന് പറയുന്നത്. അവരെല്ലാ ഭക്ഷണ സാധനങ്ങളും ആദ്യം കിട്ടുന്ന സാധനം തറയിലെടുത്തിടും, തറയിലെടുത്ത് എല്ലായിടത്തും ഉരയ്ക്കും, പിന്നെ എടുത്ത് വായിക്കകത്തിടും, വായിക്കകത്ത് കുറെ നേരം വെച്ചുകൊണ്ടിരിക്കും, പിന്നെ തുപ്പിക്കളയും. അപ്പൊ ഈ ഒരു ലക്ഷണങ്ങൾ അനുസരിച്ച് ഫീഡിങ് ഡിഫിക്കൽട്ടീസിന് 3 തരത്തിൽ. അപ്പൊ നമുക്ക് പറയാം ഓട്ടിസം ബാധിതരായ കുട്ടികളിൽ ഫീഡിങ് ഡിഫിക്കൽട്ടീസ് എന്തൊക്കെ തരത്തിലുണ്ടെന്ന് ചോദിച്ചാൽ 3 തരത്തിലാണ് കാണുന്നത്. 1 പിക്കി ഈറ്റിംഗ്, 2 ഫുഡ് റെഫ്യൂസൽ, 3 മെസ്സി ഈറ്റിംഗ്. ഈ 3 കാറ്റഗറിയിലായിട്ടാണ് കാണപ്പെടുന്നത്.
ഒരു പ്രശ്നമായിട്ട് പാരന്റ്സ് വരികയാണ്. പാരന്റ്സ് മിക്ക സമയത്തും പാരന്റ്സ് പറയാറുണ്ട് ഈ ഇതിന്റെ ഇപ്പം ഫീഡിങ് ഡിഫിക്കൽറ്റിയുടെ സൂചകങ്ങൾ എന്താണ്, എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്റെ കുഞ്ഞിന് ഫീഡിങ് ഡിഫിക്കൽറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ളത്. അപ്പൊ ഈ ഒരു പോയിന്റ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഒന്ന്, പലപ്പോഴും സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ എളുപ്പമല്ല. ജങ്ക് ഫുഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ബർഗറോ പിസയോ മാത്രമല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ പറയത്തില്ലേ മിക്സ്ചർ, ചിപ്സ്, ഇതുപോലത്തെ ഭക്ഷണം എല്ലാം കഴിക്കും, വീട്ടിലുണ്ടാക്കുന്ന ഒന്നും കഴിക്കത്തില്ല. ചിപ്സ് കഴിക്കും, മിക്സ്ചർ കഴിക്കും, പക്ഷെ വീട്ടിലെ ഭക്ഷണം കഴിക്കത്തില്ല. അങ്ങനെ വരുന്ന പല പാരന്റ്സും പറയാറുണ്ട്. അപ്പം പരിമിതമായ ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് നമ്മൾ പറയും നമുക്ക് പല കാറ്റഗറി ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ട് അല്ലേ. നമ്മൾ പറയും കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്. സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അതിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഭക്ഷണം മാത്രമേ കഴിക്കുന്നുള്ളൂ, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി മാത്രമേ കഴിക്കുന്നുള്ളൂ. അപ്പം ഒരു 8 വയസ്സുകാരിയായ കുട്ടി എത്രയാണ് കഴിക്കേണ്ടത് നമ്മുടെ മനസ്സിലൊരു ബോധമുണ്ട്. പക്ഷെ അതിനേക്കാളും ഒരു 8 വയസ്സുകാരിയായ കുട്ടി അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഒരു അര ചപ്പാത്തിയാണ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാണോ? അല്ല. തീർച്ചയായും കുട്ടി കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നീണ്ടു നിൽക്കുന്ന ഭക്ഷണ സമയദൈർഘ്യം 30 മിനിറ്റ് എന്ന് പറഞ്ഞാലും ഏകദേശം നമുക്കൊരു 40 മിനിറ്റ് വരെ, അതായത് ഓരോ കുഞ്ഞുങ്ങളുടെയും ഏജിന്റെ ഫാക്ടർ അനുസരിച്ച് അത് മാറാം. പക്ഷെ എന്നിരുന്നാലും ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ആയിട്ട് നമുക്ക് 30 മിനിറ്റ് എന്ന് വെക്കാം. അപ്പം 30 മിനിറ്റിൽ കൂടുതൽ സമയം എടുക്കുവാണ് കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതിനുണ്ടെങ്കിൽ അതിൽ നമ്മൾക്കൊരു ഫീഡിങ് ഡിഫിക്കൽറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ഭക്ഷണ സമയത്തുള്ള പെരുമാറ്റ വൈകല്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡ് റെഫ്യൂസൽ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കിത് കുഞ്ഞുങ്ങളുടെ ബിഹേവിയറിൽ കാണും. ഭയങ്കര അമ്മമാർ എന്ന് പറയാം, എനിക്ക് ഭക്ഷണ സമയം എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും വലിയ ടോർച്ചറാണ്. കാരണം കുഞ്ഞിനെ പിടിച്ചൊരിടത്തിരിക്കും, അവൻ ഇറങ്ങി ഓടും, ഭക്ഷണം കാണുമ്പോൾ തന്നെ കരയും, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഏറ്റവും കൂടുതൽ ഒരു പാരന്റ്സിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫാണ് അവിടെ അഫക്ട് ചെയ്യുന്നത്. കാരണം കുഞ്ഞായിരിക്കും ഭക്ഷണം കഴിക്കാത്തത്, പക്ഷെ ഏറ്റവും കൂടുതൽ വിഷമം ആർക്കാ വരുന്നത്? പാരന്റ്സിനാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് ഒരു ദിവസം ഒന്നും കഴിക്കാതിരിക്കുക എന്നുള്ളത് ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം മാനസിക സമ്മർദ്ദം നൽകുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു വരുന്ന പാരന്റ്സ് ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനും സാധിക്കുന്നത്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത്? അപ്പം നമുക്കറിയാം ഇതിന്റെ സൂചകങ്ങൾ ഇങ്ങനെയാണ്. അപ്പൊ ഫീഡിങ് ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ ഇത്രയും ഫാക്ടേഴ്സ് നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കും ഒരു കുഞ്ഞിന് ഫീഡിങ് ഡിഫിക്കൽറ്റി ഉണ്ടോ ഇല്ലയോ. ഇപ്പൊ ഓട്ടിസം ആവണം എന്ന് തന്നെ ഇല്ല, നോർമൽ കുഞ്ഞുങ്ങൾക്ക് പോലും ഈ സൂചകങ്ങൾ നമ്മൾക്ക് ഉപയോഗിക്കാം. കാരണം നോർമൽ കുട്ടികളുടെ ഇടയിൽ തന്നെയും ഫീഡിങ് ഡിഫിക്കൽറ്റീസ് ധാരാളമായി കാണുന്നുണ്ട്. അപ്പൊ അതും നമുക്ക് എടുക്കും. ഇതാണ് സൂചകം. ഇത് ഓട്ടിസത്തിന് മാത്രമല്ല എല്ലാ കണ്ടീഷനുകൾക്കും ഇത് നമ്മൾക്ക് ഉപയോഗിക്കാം. ഓക്കെ. ഇങ്ങനെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്ത് മുൻകരുതലാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് കുട്ടിയുടെ പോസ്ചർ ശരിയാക്കണം. നമ്മളിപ്പോ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ കാണുകയാണെങ്കിൽ മിക്ക കുഞ്ഞുങ്ങളും അവരുടെ ഉപ്പൂറ്റി താഴെ പതിപ്പിക്കാതെ ആയിരിക്കും നിൽക്കുന്നത് അല്ലെ. ഉപ്പൂറ്റി പൊക്കി വെച്ചിട്ടായിരിക്കും നടക്കുന്നത്. അപ്പൊ ഉപ്പൂറ്റി പൊക്കി വെക്കുമ്പം സാധാരണ നമ്മൾ കാണുന്ന അറിയാണ്ട് തന്നെ അവരുടെ കഴുത്ത് ചിലപ്പം ഈ ഒരു പോസ്ചറിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ഈ ഒരു പോസ്ചറിൽ നമ്മൾ കഴിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടുണ്ട് അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ ശരിയാക്കേണ്ട പോസ്ചർ. ഫസ്റ്റ് നടത്തം അല്ലെങ്കിൽ ഇരിക്കുന്ന രീതിയിൽ വരുന്ന സ്ഥിരത നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. 2, നമുക്ക് മോട്ടോർ ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ മോട്ടോർ പാർട്ടിൽ വർക്ക് ചെയ്യുന്നതിൽ എപ്പോഴും നല്ലതായിരിക്കാം. അപ്പം പേശികളിലുള്ള സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള മോട്ടോർ ആക്ടിവിറ്റീസ് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ സെൻസറി സെൻസേഷൻ അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞു ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ട്, ഹൈപ്പോ സെൻസിറ്റിവിറ്റി ഉണ്ട്. അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ നെർവസ് സിസ്റ്റത്തിന്റെ ശരിയായ പ്രവർത്തനം. ഇപ്പം ഓട്ടിസം മാത്രമായിരിക്കത്തില്ല, ഓട്ടിസം മാത്രം ഉള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല ഫീഡിങ് ഡിഫിക്കൽട്ടീസ് ഉള്ളത്. ഇപ്പം ഒരു സെറിബ്രൽ പാൽസി എന്ന് പറഞ്ഞ കണ്ടീഷൻ വരുന്ന സമയത്തും നമ്മൾക്ക് ഇതുപോലെ ഫീഡിങ് ഡിഫിക്കൽട്ടീസ് കാണാറുണ്ട്. അപ്പം അവിടെ എല്ലാം ആദ്യം നമ്മൾ നോക്കുന്നത് ഒരു പോസ്ചർ, ഓറൽ, അതുപോലെ തന്നെ സെൻസറി, റെസ്പിറേഷൻ, അതായത് നമ്മൾ ശ്വസിക്കുന്ന രീതി, അതുപോലെ തന്നെ ഈ നെർവസ് സിസ്റ്റത്തിന്റെ പ്രവർത്തനം. ഇത് കോമൺ ആയിട്ടുള്ള ഫാക്ടറാണ്. ഇന്ന ഒരു പർട്ടിക്കുലർ കണ്ടീഷന് വേണ്ടിയുള്ള ഒരു മുൻകരുതലുകളല്ല. ഇത് എല്ലാ ഫീഡിങ് ഡിഫിക്കൽട്ടീസ് ഉള്ള കണ്ടീഷനുകൾക്കും ഈ ഒരു മുൻകരുതൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ വരുന്ന ഇന്റർവെൻഷൻ ടീം ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് വരുന്നുണ്ട്, ഒക്കുപേഷണൽ തെറപ്പിസ്റ്റ്, ഫിസിക്കൽ തെറപ്പിസ്റ്റ് ബേസിക്കലി വർക്ക് ചെയ്യുന്നത് പോസ്ചറിലായിരിക്കും, ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടർ, ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റ്. എന്തുകൊണ്ട്? കാരണം ഫുഡ് റെഫ്യൂസലുള്ള കുട്ടി ഭക്ഷണമേ കഴിക്കുന്നില്ല. അപ്പോൾ അവർക്ക് എന്താ പ്രോബ്ലം ഉണ്ടാവുന്നത്? ന്യൂട്രീഷണൽ ഇൻടേക്കിൽ
ബുദ്ധിമുട്ട് വരും. അപ്പം ആ കുഞ്ഞിന് എങ്ങനെ ന്യൂട്രീഷൻ നമുക്ക് മാനേജ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എത്രത്തോളം കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം, എത്രത്തോളം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കണം എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ഉപദേശിക്കണമെങ്കിൽ അതറിയുന്ന ഒരാൾ നമ്മളുടെ ടീമിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ ഒരു ഡെവലപ്മെന്റൽ സ്പെഷ്യലിസ്റ്റ്, അതായത് കുട്ടിയുടെ ഗ്രോത്ത് പാറ്റേൺ ടെസ്റ്റ് ചെയ്യുന്നതിന് ഒരു ഡെവലപ്മെന്റൽ സ്പെഷ്യലിസ്റ്റും ഉണ്ടാവുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇത്രയും പേരുടെ സമഗ്രമായിട്ടുള്ള ഒരു വർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഇന്റർവെൻഷൻ ടീം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് മാത്രമോ അല്ലെങ്കിൽ ഒരു ഒക്കുപേഷണൽ തെറപ്പിസ്റ്റ് മാത്രമായിട്ടല്ല, ഇവർ ഈ പറയുന്ന എല്ലാ ടീം അംഗങ്ങളും ഒരുമിച്ചിരുന്ന ഒരു പ്ലാൻ ഉണ്ടാക്കിയാണ് കുഞ്ഞിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇതിൽ എന്തൊക്കെ ചികിത്സാ രീതികളാണുള്ളത്? വിവിധ തരത്തിലുള്ള ചികിത്സാ രീതികളുണ്ട്. പക്ഷെ ചികിത്സാ രീതികൾ ആ കുഞ്ഞ് കാണിക്കുന്ന ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യത്യാസമായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു കുഞ്ഞ് ഹൈപ്പോ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടി, ഹൈപ്പോ സെൻസിറ്റീവ് വെച്ചാൽ സംവേദനക്ഷമത കുറവ്, അപ്പൊ കുഞ്ഞ് എന്താ കാണിക്കുന്നത്? മെസ്സി ഈറ്റിംഗ് എന്ന് പറഞ്ഞ കാറ്റഗറി ആയിരിക്കും. അതായത് എല്ലാ ഭക്ഷണത്തും വായിക്കകത്ത് കുത്തിവെക്കുക. ഇതിൽ കാണിക്കുന്ന നമ്മൾ നോക്കുന്നുള്ളൊരു ട്രീറ്റ്മെന്റ് പാറ്റേൺ കുറച്ച് വ്യത്യാസമായിരിക്കും. കുഞ്ഞ് കാണിക്കുന്ന ലക്ഷണങ്ങളും ആ കാരണങ്ങളും അനുസരിച്ച് തെറപ്പി വ്യത്യാസമായിട്ട് വരാം. ഞാൻ പറഞ്ഞ കാരണങ്ങൾ 4 കാരണങ്ങളാണ് പറഞ്ഞത്. ഒന്നെന്ന് പറഞ്ഞത് സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡർ, പഠന വൈകല്യങ്ങൾ, അതുപോലെ തന്നെ മോട്ടോർ ഡിഫിക്കൽട്ടീസ്, ബിഹേവിയറൽ ഇഷ്യൂസ് അല്ലെ. ഈ കാരണങ്ങളും കുട്ടി കാണിക്കുന്ന ലക്ഷണങ്ങളും അനുസരിച്ച് നമ്മൾ എടുക്കുന്ന തെറപ്പിയുടെ ഡിഫറെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇന്റർവെൻഷൻ ചൂസ് ചെയ്യുന്ന ഇന്റർവെൻഷൻ ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു എന്ത് ഇന്റർവെൻഷൻ ആണ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഇടപെടലാണ് കുഞ്ഞിൽ നടത്തേണ്ടത് നമ്മൾ നോക്കുന്നത് കുട്ടിയുടെ ഈ ലക്ഷണങ്ങളും കാരണങ്ങളും അനലൈസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫീഡിങ് ഡിഫിക്കൽട്ടീസ് എന്ന് കേട്ട ഉടനെ നമ്മൾക്ക് ഇന്ന രീതിയിലുള്ള തെറപ്പി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആദ്യം നമ്മൾ നോക്കേണ്ട കുഞ്ഞിന് എന്തുകൊണ്ടാണ് ഈ ഒരു ഫീഡിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകാൻ കാരണം. ഇതൊരു ബിഹേവിയർ അല്ലെങ്കിൽ ലേൺഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണോ, അതല്ലാതെ കുഞ്ഞിന് ചിലപ്പോൾ അത് ഒരു സെൻസറി പ്രോസസ്സിംഗ് കൊണ്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്കൊരു ഇന്റർവെൻഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ആദ്യമായി നമ്മൾ ഒരു ഫീഡിങ് ഡിഫിക്കൽട്ടി ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ഇന്റർവെൻഷൻ ടീമിനെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അവർ കുഞ്ഞിനെ നോക്കിയതിന് ശേഷം ലക്ഷണങ്ങളും കാരണങ്ങളും ഐഡന്റിഫൈ ചെയ്ത് അതിനനുസരിച്ചുള്ള ഇന്റർവെൻഷനിൽ കുഞ്ഞിനെ കൊടുക്കാനായിട്ട് നിർദ്ദേശിക്കും. അത് പിന്നെ നിങ്ങൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം ബേസിക്കലി എന്ത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ഉള്ളതെന്ന്. ഒന്ന് മെഡിക്കൽ ഇന്റർവെൻഷൻ, അതുപോലെ തന്നെ 2 ഫീഡിങ് തെറപ്പി. മെഡിക്കൽ ഇന്റർവെൻഷൻ എപ്പോഴാണ് വേണ്ടി വരുന്നതെന്ന് വെച്ചാൽ ചില കുഞ്ഞുങ്ങൾക്ക് ഈ റെസ്പിറേഷൻ, അതായത് ശ്വസനം സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും. അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ആസ്പിറേഷൻ ന്യൂമോണിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ, അതായത് ഭക്ഷണം കഴിക്കുന്ന അന്നനാളത്തിൽ പോവേണ്ട ഭക്ഷണം ചിലപ്പോൾ ശ്വാസനാളത്തിലേക്ക് കയറി പോകാം. അപ്പൊ എന്ത് പറ്റും? ആസ്പിറേഷൻ ന്യൂമോണിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ഉണ്ടാവാനുള്ള ഒരു ടെൻഡൻസി ഉള്ള കുട്ടികളാണെങ്കിൽ കൂടുതൽ ഒരു മെഡിക്കൽ ഇന്റർവെൻഷന് പോകുന്നതായിരിക്കും ആദ്യം നമ്മൾ ചെയ്യുന്നത്. ആ മെഡിക്കൽ ഇന്റർവെൻഷന് ശേഷം മാത്രമേ ഒരു ഫീഡിങ് തെറപ്പി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ ഈ ഒരു കണ്ടീഷനിൽ ഒരു ഇന്റർവെൻഷനിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് കൂടുതൽ സംസാരിക്കാൻ സാധിക്കുന്നത് ഫീഡിങ് തെറപ്പിയിലായിരിക്കും. മെഡിക്കൽ ഇന്റർവെൻഷൻ കൂടുതൽ ചെയ്യുന്നത് മെഡിക്കൽ പ്രൊഫഷണൽ, അതായത് ഡോക്ടേഴ്സ് ആയിരിക്കും അത് പെർഫോം ചെയ്യുന്നത്. അതേസമയം ഫീഡിങ് തെറപ്പി എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്പീച്ച് പെത്തോളജി നേരത്തെ പറഞ്ഞ ആ ഒരു ഇന്റർവെൻഷൻ ടീം അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫീഡിങ് തെറപ്പി എന്താണെന്ന് ആദ്യം നോക്കാം. നമ്മൾ ഫീഡിങ് തെറപ്പി ചെയ്യുന്നതിൽ കൂടുതലും ഒരു സെൻസറി മോട്ടോർ അധിഷ്ഠിതമായിട്ടുള്ള ഫീഡിങ് തെറപ്പിയാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് സെൻസറി മോട്ടോർ അധിഷ്ഠിതം എന്ന് പറയുന്നത്? നമുക്കറിയാം ഓട്ടിസം എന്നുള്ള കണ്ടീഷനിൽ അവർക്കൊരു സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡർ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത കാര്യമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ സെൻസറി പ്രോസസ്സിങ്ങിലുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുകയാണെങ്കിൽ ഫീഡിങ്ങിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ സെൻസറി മോട്ടോർ അധിഷ്ഠിത ഫീഡിങ് തെറപ്പിയിൽ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യം ചെയ്യുന്നത് വിവിധ സെൻസറി ഇൻപുട്ടുകളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുക. അതായത് ഇപ്പോൾ കുഞ്ഞ് ടെക്സ്ചർ, ഞാൻ പറഞ്ഞിരുന്നു ടെക്സ്ചർ, ഒരു പർട്ടിക്കുലർ ഘടനയുള്ള ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഘടനയുള്ള ഭക്ഷണം കഴിക്കുന്നതിന് അതിന്റെ സ്വീകാര്യത പതുക്കെ കൂട്ടാനുള്ള എക്സസൈസ് ഉണ്ട്. ആ എക്സസൈസ് പതുക്കെ കൊടുത്ത് കുഞ്ഞിനെ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതൊരു ഹൈറാർക്കി, ഒരു സ്റ്റെപ്പ് ഉണ്ട്. എങ്ങനെയാണ് അതിലേക്ക് നമ്മൾ എത്തിക്കുന്നത് എന്നുള്ളത് ഒരു ലാഡർ പോലെയാണ്. ഒരു നമ്മൾ ക്ലൈംബ് ചെയ്ത് പോകുന്നത് പോലെ താഴേന്ന് മുകളിലോട്ട് തുടങ്ങും. ഒരു ചെറിയ രീതിയിൽ തുടങ്ങി പിന്നെ പതുക്കെ സെൻസറി ഇൻപുട്ട് കൂട്ടി കുഞ്ഞിനെ പതുക്കെ വിവിധ തരത്തിലുള്ള ഭക്ഷണത്തിലേക്ക് കഴിപ്പിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇതിനോടൊപ്പം സെൻസറി സ്വീകാര്യത കൂടുന്നതോടൊപ്പം തന്നെ മോട്ടോർ ആക്ടിവിറ്റീസ്, കാരണം നമ്മൾ കൂടുതലും കാണുന്നത് ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങൾ സെൻസറി പ്രോബ്ലം മാത്രമല്ല, അവരിപ്പം ഭക്ഷണം ചവയ്ക്കുന്നത് ചിലപ്പം കാണാറില്ല. വായിക്കകത്ത് വെച്ചുകൊടുത്താൽ
ഇങ്ങനെ വിഴുങ്ങുക ചെയ്യുന്നത്. അപ്പം ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുക എന്നുള്ളതും അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് മോട്ടോർ എന്താണ് മൂവ്മെന്റ്സ് കൂട്ടാനുള്ള എക്സസൈസ് കൊടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ എന്താ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും അതുപോലെ അതായത് പേശികളുടെ ചലനം, അതുപോലെ തന്നെ അതിന്റെ റേഞ്ച്, ഇതെല്ലാം അത് ഏകോപിച്ച് കൊണ്ടുപോകാനുള്ളത്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കൃത്യമായ പോസ്ചർ, ഈ 3 കാര്യങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള തെറപ്പിയാണ് നമ്മൾ ഫീഡിങ് തെറപ്പിയിൽ ഫോക്കസ് ചെയ്യുന്നത്. ഇനി സെൻസറി എക്സ്പോഷർ നൽകുന്ന ക്രമം ഞാൻ ആദ്യം പറഞ്ഞു. നമ്മൾ പതുക്കെയാണ് കുഞ്ഞുങ്ങളെ ഫീഡിങ് ഇത് പലതരത്തിലുള്ള ടെക്സ്ചേഴ്സിലോട്ട് കുഞ്ഞുങ്ങളെ യൂസ് ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പലതരത്തിലുള്ള സെൻസസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ഇപ്പം സ്മെല്ല്, ഫോർ എക്സാമ്പിൾ, കുഞ്ഞിന് ഒരു പഴത്തിന്റെ മണം, അതായത് പൈനാപ്പിളിന്റെ മണം അടിക്കാൻ ഇഷ്ടമല്ല. ആ പൈനാപ്പിളിന്റെ മണം അടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് ഉടനെ ഛർദ്ദിക്കും. മണം മാത്രമാണ് അവിടെ പ്രശ്നം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെ എങ്ങനെ കുഞ്ഞിനെ പതുക്കെ പതുക്കെ നമുക്ക് അതിനോട്ട് യൂസ് ചെയ്യാം? ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്, ചിലപ്പം ഒരു കുഞ്ഞിന്റെ കർച്ചീഫിന്റെ ചെറിയ ഭാഗത്ത് ഫ്രൂട്ട് സ്മെല്ല്, പൈനാപ്പിളിന്റെ സ്മെല്ലുള്ള എന്തെങ്കിലും അടിച്ചു വെക്കുക. അതെവിടെ ഒരു കോർണറിൽ ഇരിക്കും. കുഞ്ഞ് ആ കോർണറിൽ എവിടെയെങ്കിലും, ആ മുറിയിൽ എവിടെയെങ്കിലും ഒന്നിരിക്കുക. അപ്പൊ ആ മണത്തിന് ചെറിയൊരു ഭാഗം അവിടെ കിട്ടുന്നു. പിന്നെ അവൻ യൂസ് ചെയ്യുന്ന കളിപ്പാട്ടത്തിൽ ചെറുതായിട്ട് മണം അടിച്ചു വെക്കും, ചെറിയ രീതിയിൽ. പിന്നെ ആ കൊടുക്കുന്ന സ്റ്റിമുലസ്, അതായത് കൊടുക്കുന്ന ആ ഒരു സ്മെല്ലിന്റെ എമൗണ്ട് കൂട്ടി കൂട്ടി വരിക. പിന്നെ അവൻ കളിക്കുന്ന കളിപ്പാട്ടങ്ങളായി ഇരിക്കുന്ന ടേബിളിന്റെ അടുത്ത് എത്തുക. ആ പതുക്കെ പതുക്കെ ആ സെൻസസുമായിട്ട് കുഞ്ഞിനെ ഇന്റഗ്രേറ്റ് ചെയ്യിപ്പിക്കുക, യൂസ് ടു ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഹൈറാർക്കൽ പ്രോസസ്സാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭക്ഷണം പാകം ചെയ്യുന്ന മുറിയിലോ ഭക്ഷണം വച്ചിട്ടുള്ള മുറിയിലോ കുട്ടിയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുക. അപ്പൊ അവിടെ എന്താ, ഭക്ഷണം പാകം ചെയ്യുമ്പോൾ എന്തൊക്കെ സെൻസർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്? സ്മെല്ല് അല്ലെ, കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ ചില സമയത്ത് അമ്മയ്ക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതിനിടയിൽ ഒരു പ്ലേറ്റിലെടുത്ത് കുഞ്ഞിന്റെ കയ്യിൽ കൊടുക്കാം. കുഞ്ഞ് കഴിക്കണമെന്ന് അവിടെ നിർബന്ധമില്ല, ജസ്റ്റ് കുഞ്ഞിന്റെ ആ പ്രസൻസ് അവിടെ നമ്മൾ ഉറപ്പുവരുത്തിയാൽ മതി. അപ്പം ചിലരെന്താ ചെയ്യുന്നത് വെച്ചാൽ കുഞ്ഞ് കഴിക്കുന്നില്ല, നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കും. അപ്പൊ ആ നിർബന്ധിച്ച് കഴിപ്പിക്കുമ്പോൾ കൂടുതലും ഒരു അബോർഷനാണ് കുഞ്ഞിൽ ഉണ്ടാകുന്നത്. കാരണം ഓരോ സമയം അത് കഴിക്കും തോറും കുഞ്ഞിനുള്ള സെൻസേഷൻ ചിലപ്പോൾ ഭയങ്കര ഹൈപ്പർ ആയിരിക്കും. കുഞ്ഞിനെ ചിലപ്പോൾ അത് എടുക്കാൻ പറ്റാത്ത ഒരു സെൻസേഷൻ ആയിരിക്കും. അതിലായിരിക്കും നമ്മൾ കൂടുതലും അതിനെ കഴിക്കാനായിട്ട് നിർബന്ധിക്കുന്നത്. അപ്പം പതുക്കെ കുഞ്ഞിനെ യൂസ് ടു ആക്കാനായിട്ട് ആദ്യം ഒരു മുറിയിൽ നിന്ന് മുറിയിൽ മാത്രം, പിന്നെ കുഞ്ഞിന്റെ അടുത്തേക്ക് ഒരു പ്ലേറ്റിൽ കയ്യിൽ കൊടുക്കുന്നു. പ്ലേറ്റിൽ ഉള്ള ഭക്ഷണത്തിനെ കൈകൊണ്ട് തൊടിയിപ്പിച്ചാൽ മാത്രം മതി, എടുത്ത് വെക്കണം പോലും ഇല്ല. ജസ്റ്റ് തൊടിയിക്കുന്നു, മണപ്പിക്കുന്നു, തൊടുന്നു, പതുക്കെ വായിക്കുന്നു. ഇത് പറയാൻ എളുപ്പമാണെങ്കിലും ചെയ്തു വരുമ്പോൾ ഇതൊരു വലിയൊരു പ്രോസസ്സാണ്. ഇത് നമ്മൾ വിചാരിക്കും ഓക്കെ ഒരു 5 സെഷൻ കൊണ്ട് ശരിയാവുമോ, 6 സെഷൻ കൊണ്ട് ശരിയാവുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അല്ല. ഇതൊരു ലോങ് പ്രോസസ്സാണ്, കുറച്ചൊരു സമയമെടുക്കും. പക്ഷെ തീർച്ചയായും ഇതിനൊരു എന്താണ് കുഞ്ഞിന് ഇതിലൊരു നല്ലൊരു ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇത് വളരെ പതുക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവേണ്ട ഒരു ഹൈറാർക്കിയൽ സ്റ്റെപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ പറയും, ഞാൻ നേരത്തെ പറഞ്ഞു 2 തരത്തിലുള്ള സെൻസറി ഇഷ്യൂസ് ആണ് കുഞ്ഞുങ്ങൾ ബേസിക്കലി കാണിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് അമിതമായ സംവേദനക്ഷമത, അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി, അല്ലെങ്കിൽ പരിമിതമായ സംവേദനക്ഷമത, അതല്ലെങ്കിൽ ഹൈപ്പോ സെൻസിറ്റിവിറ്റി. ഹൈപ്പോ സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ കുഞ്ഞിന് സംവേദനക്ഷമത കുറവാണ്, കിട്ടുന്നില്ല. അപ്പൊ കുഞ്ഞിനെ എന്ത് ചെയ്യണം, നമ്മൾ അലേർട്ട് ചെയ്യിപ്പിക്കണം. കുഞ്ഞു മയങ്ങി അങ്ങനെ ഇരിക്കുക. അപ്പൊ അതുപോലെ തന്നെ വായിലുള്ളതായാലും കുറച്ച് എന്തെങ്കിലും ഫുഡ് വെച്ചു കൊടുത്താലൊന്നും അവൻ അത്രയും പോരാ. അപ്പൊ അവൻ എന്താ വേണ്ട, കൂടുതൽ ഭക്ഷണം വേണം അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, വെറുതെ ഭക്ഷണങ്ങൾ എടുത്ത് വായിക്കകത്ത് വെച്ച് വായിൽ കൈയിട്ട് വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അലേർട്ടിംഗ് ആയിട്ടുള്ള സ്റ്റിമുലസ് കൊടുക്കുക. അലേർട്ടിംഗ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് കൂടുതലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഈ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഒരു സെൻസറി ബ്രഷ്, ഇത് നമുക്ക് പറയാം ഇതുപോലത്തെ, ഇതെന്ന് പറയുന്ന പേരാണ് Z വൈബ് എന്ന് പറയും. ഇതിലൊരു വൈബ്രേഷൻ ഉണ്ട്. ഈ വൈബ്രേഷൻ വെച്ചിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വൈബ്രേഷൻ കൊടുക്കാം. അത് കുറച്ചൊന്ന് അലേർട്ട് ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ മറ്റൊരു യൂസ് ചെയ്യുന്ന സാധനമാണ് ചൂയി ട്യൂബ്. ഈ ചൂയി ട്യൂബ് യൂസ് ചെയ്താൽ കുഞ്ഞുങ്ങൾക്ക് കാമിങ് ആക്ടിവിറ്റി ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് കടിക്കുന്നത്, ചവയ്ക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇംപ്രൂവ് ചെയ്യിക്കാൻ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസ് മുഖേന കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കാം ചെയ്യാൻ, അതായത് ഒരുപാട് സെൻസേഷൻ കൂടുതലുള്ള കുഞ്ഞുങ്ങൾക്ക് കുറയ്ക്കാനും, അതുപോലെ തന്നെ കുറവുള്ള കുട്ടികളുടെ അലേർട്ടിൽ, അതായത് കുറച്ച് അറോസൽ ലെവലിലേക്ക് എത്തിക്കാനും നമുക്ക് സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അലേർട്ടിംഗ് സെൻസറി പ്രവർത്തനം എന്തൊക്കെയാണ് വരുന്നത്? ഒന്നത് വൈബ്രേഷൻ ബാറ്ററി കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് വായു കൊണ്ടും ചുണ്ടുകൊണ്ടും ഒക്കെ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ, അതായത്
ഇതുപോലത്തെ സൗണ്ടുകൾ ഉണ്ടാക്കാനായിട്ട് കുഞ്ഞിനെ പ്രേരിപ്പിക്കും. അത് ചിലപ്പോൾ അലേർട്ട് ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ നല്ല എരിവുള്ളതും നല്ല കട്ടിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ക്യാരറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കടിച്ച് മുറിച്ച് കഴിക്കാൻ പറ്റും. അത് അവരെ കുറച്ചൊന്ന് അലേർട്ട് ചെയ്യിപ്പിക്കും. അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ അലേർട്ടിങ് സെൻസറി പ്രവർത്തനങ്ങൾ ഇംപ്രൂവ് ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ തിരിച്ചായിരിക്കും കാമിങ് ആകുമ്പോൾ നമ്മൾ കുറച്ച് നല്ലൊരു മ്യൂസിക് കൊടുക്കുക, സ്വീറ്റ് ട്യൂബ്സ് യൂസ് ചെയ്യാം, അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് കൊടുത്ത് കുഞ്ഞിനെ ഒരുപാട് ഹൈപ്പർ ആയിട്ടുള്ള സെൻസറി ഇഷ്യൂസ് ഉള്ള കുഞ്ഞുങ്ങളെ നമുക്ക് കാം ചെയ്യാനും സാധിക്കും. ബ്ലോയിങ് ബബിൾസ് ബ്ലോ ചെയ്യിക്കുന്നത്, കുപ്പിയിൽ നിന്ന് വെള്ളം കുടിക്കുക, ഇതെല്ലാം കുഞ്ഞുങ്ങളെ ഒന്ന് കാം ചെയ്യിക്കുന്ന സെൻസറി ആക്ടിവിറ്റീസ് ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഓട്ടിസം ഉള്ളൊരു കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഒരു സെൻസറി ഡിഫിക്കൽട്ടി അണ്ടർലൈൻ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചിട്ട് എല്ലാ ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾക്കും ഫീഡിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതായത് ഏത് സെൻസസിനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും അത് കാണിക്കുന്നത്. ചിലപ്പം ഭക്ഷണം കഴിക്കുന്ന സെൻസസിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഫീഡിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവണമെന്നില്ല. പക്ഷെ വേറെ ചില സെൻസസിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബാലൻസിങ് ഇഷ്യൂ. ഇപ്പൊ ചില കുഞ്ഞുങ്ങൾക്കറിയാം വെറുതെ ചാടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കൈ രണ്ട് ഭാഗത്തും വെച്ച് കറങ്ങുക, മേലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പം അത് ഏത് സെൻസ് ഓർഗനെയാണ് അല്ലെങ്കിൽ സെൻസസിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള സെൻസറി സിംറ്റംസ് ആയിരിക്കും കുട്ടി കാണിക്കുന്നത്. ഇപ്പം ഫീഡിങ് ഡിഫിക്കൽട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഫീഡിങ്ങിനെ റിലേറ്റഡ് ആയിട്ടുള്ള സെൻസ് ഓർഗൻസ് അഫക്റ്റഡ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാദ്യം കൂടി വരേണ്ട ഒരു ചിന്തയാണ്. അപ്പോൾ നമ്മൾ ആദ്യം മീറ്റ് ചെയ്യേണ്ടത് ഒരു ഒക്കുപേഷണൽ തെറപ്പിസ്റ്റിനെ കണ്ട് ഇതിനുള്ള അസസ്മെന്റ് നടത്തണം. എന്തൊക്കെ സെൻസസ് കുഞ്ഞിന് അഫക്റ്റഡ് ആണ്, എന്തൊക്കെ സെൻസസ് അഫക്റ്റഡ് അല്ല. അപ്പോൾ അവർ കൃത്യമായി പറഞ്ഞു തരും, ഘടന, അതായത് ടാക്ടൈൽ റിലേറ്റഡ് ആയിട്ടുള്ള സെൻസസിന് ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ കുഞ്ഞിന് ഭക്ഷണം കഴിക്കുമ്പോൾ വായിൽ വെച്ച് കഴിക്കുന്നതിനുള്ള പ്രോബ്ലംസ് ഇവിടെ ഇന്നതൊക്കെ കാണുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ളത് കിട്ടും. ഇതിന്റെ ബേസിസിൽ പിന്നെ ഒരു സ്പീച്ച് പെത്തോളജിസ്റ്റും ഒക്കുപേഷണൽ തെറപ്പിസ്റ്റും ബാക്കിയുള്ള പ്രൊഫഷണൽസും ചേർന്ന് കുഞ്ഞിന് ഒരു പ്ലാൻ ഉണ്ടാക്കണം. ആ പ്ലാനിന്റെ ബേസിസിലാണ് നമ്മൾ കുഞ്ഞിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അത് ഓരോ കുഞ്ഞിന്റെയും രോഗത്തിന്റെ ലക്ഷണങ്ങൾ അനുസരിച്ച് ഈ ഇന്റർവെൻഷൻ മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾക്ക് സംസാര ഭാഷ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ സംസാര ഭാഷയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിന്റെ സഹായം തേടേണ്ടതുമാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഫീഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഫീഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ചോദിക്കാം. അതിനായി മിസ് ആര്യയെ ക്ഷണിക്കുന്നു. കാസർഗോഡ് നിന്നുള്ള ചോദ്യം ചോദിക്കാം. നമസ്കാരം മാഡം, ഞാൻ കാസർഗോഡ് നിന്നാണ്. മാഡം, എനിക്ക് അറിയേണ്ടത് ഒരു പേരന്റിന് എങ്ങനെ അറിയാം ഇപ്പൊ ഭക്ഷണം ചവച്ചിറക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടിയുടെ പേരന്റിന് എങ്ങനെ, ഹൗ ക്യാൻ ഹി ഓർ ഷീ നോ ദാറ്റ് ഐ എം പ്രൊവൈഡിങ് ബാലൻസ്ഡ് ഡയറ്റ് ടു മൈ ചൈൽഡ്? അതെങ്ങനെ അറിയാം? കാരണം കുട്ടിക്ക് ഭക്ഷണം കുറവാകുമ്പോൾ കുട്ടിക്ക് ക്ഷീണം വരുന്നുണ്ട്. തടി വെക്കേണ്ടെന്ന് വെച്ചിട്ട് കുട്ടിക്ക് പ്രോട്ടീൻ നിറഞ്ഞ ആഹാരം, ഫിഷ്, മീറ്റ് ഇതൊക്കെ കുറയ്ക്കുന്നുണ്ട്. അപ്പൊ ഹൗ ഡസ് ഹി ഓർ ഷീ നോ ആസ് എ പേരന്റ് ഞാൻ ബാലൻസ്ഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്? അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഇന്റീരിയേഴ്സിൽ താമസിക്കുന്നവർക്ക് പ്രത്യേകിച്ചും മാഡം ഒന്ന് ക്ലാരിഫൈ ചെയ്യോ? അതെ, തീർച്ചയായിട്ടും നമുക്ക് അതിന് അത് കണ്ടുപിടിക്കാനായിട്ടുള്ള വഴികളുണ്ട്. അതിനായിട്ട് നമ്മുടെ മാഡം എന്താണ് ചെയ്യുന്നതെന്നൊന്ന് പറയാമോ? കുട്ടിയുടെ പാരന്റ് ആണോ, പ്രൊഫഷണൽ ആണോ? അല്ല, ഞാനൊരു പാരന്റിന് ബിഹാഫായിട്ട് ചോദിക്കും. ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾക്കൊരു ഫുഡ് ഫ്രീക്വൻസി ക്വസ്റ്റിനെയർ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ ഫുഡ് ഫ്രീക്വൻസി ക്വസ്റ്റിനെയർ നമ്മൾ ആ ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് എത്ര തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്, അത് എത്ര ഫ്രീക്വൻസിയിൽ കഴിക്കുന്നുണ്ട്, ഏതൊക്കെ കാറ്റഗറിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് കുഞ്ഞ് കഴിക്കുന്നത്, ഇതുപോലെയുള്ള ചോദ്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പൊ ഈ ചോദ്യാവലികൾ നമ്മൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരുവിധം കുഞ്ഞ് എങ്ങനത്തെ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്, എത്ര റിച്ച് ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇത് കൂടുതലും ചെയ്യുന്നത് ഒരു ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റ് ആണ് കൂടുതലും ചെയ്യുന്നത്. അപ്പൊ അവര് അത് കണ്ടതിന് ശേഷം അതിലെന്തെങ്കിലും കുറവ്, അവർക്ക് അത് അളക്കാനായിട്ടുള്ള എന്തെങ്കിലും മെഷേഴ്സ് ഉണ്ടാകും. അതിന്റെ ബേസിസിൽ അവർ പറയും കുഞ്ഞിനിപ്പം ഇത് കുറവാണെങ്കിൽ പ്രോട്ടീൻ റിച്ച് ഫുഡ് കുറവാണ് ഫുഡ് കഴിക്കുന്നത്. ആ രീതിയിൽ അവർ ഫുഡ് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ഡയറ്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. താങ്ക് യു മാഡം.
മാഡം, ഒരു ഡൗട്ടും കൂടിയുണ്ട്. കാസർഗോഡ് തന്നെയാണ്. ഇന്റർവെൻഷൻ ടീമിന്റെ സഹായം നമുക്ക് എവിടെ നിന്നൊക്കെയാണ് കിട്ടാൻ സാധ്യത എന്ന് അറിയാനായിട്ടായിരുന്നു. ഞാൻ കാസർഗോഡാണ്. ഇവിടെ കുറെ ഇന്റീരിയേഴ്സിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഫാമിലീസ് ഉണ്ട്. അപ്പോൾ അവർക്ക് അറിയേണ്ടത് എവിടുന്നാണ് ഈ ഇന്റർവെൻഷൻ ടീം ആസ് സച്ച് അവർക്ക് കണ്ട് സംസാരിക്കാൻ പറ്റുക അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. കാസർഗോഡ് ആണെങ്കിൽ കാസർഗോഡ് ഒരു സ്പെഷ്യൽ കോളേജ് ഉണ്ട്, മാർത്തോമ എന്ന് പറഞ്ഞിട്ട്. അതല്ലാതെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ലാസ്റ്റ് നിഡാസ്റ്റീമിന്റെ നമ്പർ കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ. നിഡാസ്റ്റീമിന്റെ ആ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം. അപ്പം അതായത് നിങ്ങളുടെ ഇൻ ആൻഡ് അറൌണ്ട് ഏരിയാസിൽ ഞങ്ങൾക്ക് ഇവിടെ കോണ്ടാക്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, താങ്ക് യു മാഡം. പത്തനംതിട്ട എന്നുള്ള ക്വസ്റ്റ്യൻ, ഓറൽ സെൻസറി തെറപ്പി ട്രെയിനിങ് പേരൻസിന് കൊടുക്കാൻ പറ്റുമോ? ഓറൽ സെൻസറി തെറപ്പി ഇപ്പോൾ OPT അല്ലെങ്കിൽ ഓറൽ തെറപ്പി അല്ലെങ്കിൽ ഓറൽ പ്ലേസ്മെന്റ് തെറപ്പി എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് പ്രൊസീജിയർ ഇപ്പം നിലവിലുണ്ട്. അത് പക്ഷെ പാരന്റ്സിനും അന്ന് അവർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെങ്കിലും കൃത്യമായി ഈ സെൻസറി റിക്വയർമെന്റിനെ പറ്റി, മോട്ടോർ റിക്വയർമെന്റിനെ പറ്റി അറിഞ്ഞിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ്. അപ്പം അല്ലെങ്കിൽ ട്രെയിനിങ് എടുത്ത ഒരു പാരന്റിനാണെങ്കിൽ അത് കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. പക്ഷെ ട്രെയിനിങ് എടുക്കാതെ ഇപ്പോ എന്തെങ്കിലും നമുക്കിപ്പോ നെറ്റിലൂടെ വായിച്ചറിഞ്ഞോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസോ കണ്ടോ നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമായിരിക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ആവശ്യമാണോ അല്ലെങ്കിൽ അതിൽ കൂടുതലാണോ എന്ന് നമുക്ക് അറിയത്തില്ല. ചില സമയത്ത് നമ്മൾ ചില വൈബ്രേറ്റിംഗ് ട്യൂബ് ഉപയോഗിക്കുന്നത് വെച്ചിരുന്നു. ആ വൈബ്രേറ്റിംഗ് ട്യൂബ് ആ സമയത്ത് ആ കുഞ്ഞിന് റിക്വയർഡ് ആണോ എന്ന് ചിലപ്പോൾ നമുക്ക് അറിയില്ലായിരിക്കും. അപ്പൊ നമ്മൾ അറിയാതെ കണ്ടതിൽ നിന്ന ബേസിസിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാളും ട്രെയിനിങ് എടുത്തൊരു പാരന്റിന് തീർച്ചയായും അത് ചെയ്യാൻ സാധിക്കും. പക്ഷേ ട്രെയിനിങ് എടുക്കാത്ത ഓരോ പാരന്റും ഈ ഇന്റർവെൻഷൻ ടീമിന്റെ നിർദ്ദേശപ്രകാരമുള്ള ട്രെയിനിങ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മുടെ ഈ ഓട്ടിസം കുട്ടികൾക്കുള്ള ഈ ഫുഡിന്റെ പറ്റി എന്താ അറിയാം? ക്വസ്റ്റ്യൻ വ്യക്തമായിട്ടില്ലല്ലോ, ഒന്നുകൂടെ ചോദിക്കാമോ? നമ്മുടെ ഇങ്ങനത്തെ കുട്ടികൾക്ക് ഹലോ കേൾക്കാവോ? ചോദിച്ചോളൂ. അപ്പൊ ഇങ്ങനത്തെ കുട്ടികൾ എങ്ങനെയുള്ള ആഹാരമാണ് കൊടുക്കേണ്ടത്, അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതിനെ പറ്റി അറിയാനായിരുന്നു. ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് എന്ത് തരത്തിലുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത്, അതാണോ അറിയണ്ടേ? ഈ അതെ 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 കുഞ്ഞുങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഭക്ഷണമാണ് കൊടുക്കേണ്ടത്, അതാണ് സാറിന്റെ ചോദ്യം. അതെ 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 അപ്പം നമ്മുടെ സാധാരണമായിട്ടുള്ള എന്ത് ഭക്ഷണമാണോ കഴിക്കുന്നത് അതെല്ലാം ഉള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അതിന് ഇന്ന ഭക്ഷണം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. പക്ഷെ കുഞ്ഞിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻ, അതായത് ഹൈപ്പർ ആക്ടിവിറ്റി പോലത്തെ ഉള്ള ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ചിലപ്പം പീഡിയാട്രീഷ്യനോ അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ തെറപ്പിസ്റ്റോ പറയും കുഞ്ഞിനെ ഒരു ഡയറ്റ് പ്രോഗ്രാമിലോട്ട് ഇടും. അതായത് മധുര പലഹാരങ്ങൾ നിറഞ്ഞതോ അല്ലെങ്കിൽ പ്രോഡക്ട്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങളോ കൊടുക്കാൻ പാടില്ല. വീറ്റ്, മിൽക്കിന്റെ പ്രോഡക്ട്സ് ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അത് ഈ ഹൈപ്പർ ആക്ടിവിറ്റി കൂടുതലുള്ള കുഞ്ഞുങ്ങൾക്കാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാതെ ബാക്കിയുള്ള സാധാരണ നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ഉള്ള കുഞ്ഞിന് കഴിക്കാൻ കൊടുക്കാൻ പറ്റുന്നത്. അതിലൊരു വ്യത്യാസവും കാണുന്നില്ല. ഈ പപ്പടം കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? എന്താണ് പപ്പടം കൊടുക്കാമോന്നാണോ? അത് പപ്പടം കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. കുഞ്ഞ് കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം കൊടുക്കാം. പക്ഷെ എന്ത് ഭക്ഷണവും ഇപ്പം കാലത്ത് മുതൽ വൈകിട്ട് വരെ പപ്പടം മാത്രമാണ് കഴിക്കുന്നതെങ്കിൽ അത് പ്രശ്നമാണ്. അതല്ലാണ്ട് പപ്പടം കൊടുക്കുന്നത്. പത്തനംതിട്ട എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, ജനറൽ ഹോസ്പിറ്റലിൽ ഇന്റർവെൻഷൻ ടീം അവൈലബിൾ ആണോ എന്ന്? ജനറൽ ഹോസ്പിറ്റലിൽ ഈ ഒരു ഇന്റർവെൻഷൻ ടീം എത്രത്തോളം അവൈലബിൾ ആണ് നമ്മൾക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതിനു വേണ്ടി ഫസ്റ്റ് ട്രെയിനിങ് എടുത്തിട്ടുള്ള തെറപ്പിസ്റ്റുകൾക്ക് മാത്രം, അത് എല്ലാ സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റും ഒരു ഫീഡിംഗ് തെറപ്പിസ്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. ഫീഡിംഗ് ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങളുടെ ഫീഡിംഗ് തെറപ്പി ശ്രദ്ധിക്കണമെങ്കിൽ അതിൽ ട്രെയിനിങ് എടുത്ത ആൾക്കാർ തന്നെ ആയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള തെറപ്പിസ്റ്റുകൾ ഇപ്പോഴത്തെ ഇപ്പോൾ ഈ പറയുന്ന ജനറൽ ഹോസ്പിറ്റലുകൾ എത്രത്തോളം അവൈലബിൾ ആണ് എന്നുള്ളത് നമുക്ക് അതിന്റെ കണക്കുകൾ നമുക്ക് ഇല്ല. പിന്നെ
മകന്റെ കുഞ്ഞിന്റെ കാര്യമാണ്. 2 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് 1 വയസ്സ് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കുന്നതാണ് ഈ ആഹാരം കൊടുക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ഉണ്ട്. അമ്മയാണ് കൊടുക്കുന്നത്. അപ്പൊ അത് നിർബന്ധിച്ച് കഴിപ്പിക്കുമ്പോഴത്തേക്ക് അത് അന്ന് വൊമിറ്റ് ചെയ്യുന്നത് കാണാറുണ്ടായിരുന്നു. പിന്നെ കൂടുതലും അത് ലിക്വിഡ് സ്റ്റേജിലാക്കി അല്ലെങ്കിൽ കുഴമ്പ് പരുവത്തിലാക്കി കൊടുത്തിട്ട് വെള്ളം കൂടെ ഒപ്പിച്ചു കൊടുക്കുന്നത് കാണാറുണ്ട്. അപ്പൊ അതൊന്ന് വിലയിരുത്താനായിട്ട് നേരത്തെ ഇവിടെ കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നറിയാനാണ്. തീർച്ചയായും ആരെ കാണണം? നിങ്ങൾക്ക് ഇപ്പോ മൂന്ന് വേറെ ഏതെങ്കിലും കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടോ അതോ കുഞ്ഞ് നോർമൽ ഹൈപ്പർ ഉണ്ടോ? ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടോ? ക്ലാസ് കേട്ടപ്പോ എനിക്കൊരു തോന്നുന്നു. ഇപ്പൊ നമ്മളിപ്പോ നോർമൽ സാധാരണ നോർമൽ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം കഴിക്കുന്നതിൽ സാധാരണമായിട്ട് ഒത്തിരി ഡിഫിക്കൽട്ടീസ് കാണുന്നുണ്ട്. അപ്പം ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾ തന്നെ ഫീഡ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവണം നിർബന്ധമില്ല. നോർമൽ കുഞ്ഞുങ്ങളിലും ഫീഡ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഇപ്പൊ ഈ ഒരു നമ്മളിപ്പോ കഴിക്കുന്നതിൽ വെള്ളം ദ്രാവക രൂപത്തിലാക്കി മാത്രമേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് അതിനൊരു ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഇവിടെ കൊണ്ടുവരാം. ഓട്ടിസം യൂണിറ്റ് നമുക്കൊരു ഈ ഫീഡിംഗ് തെറപ്പി അവൈലബിൾ ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂറോ ഡെവലപ്മെന്റൽ സയൻസ് എന്ന് പറഞ്ഞ യൂണിറ്റിലുണ്ട്. നിഷിൽ തന്നെയുണ്ട്. അപ്പം ഇവിടെ വന്ന് റിസപ്ഷനിൽ നിന്ന് NDS യൂണിറ്റിലേക്ക് നിങ്ങളെ ഡയറക്റ്റ് ചെയ്യും. അവിടെ വന്നൊരു അപ്പോയിന്റ്മെന്റ് എടുത്താൽ കാണാൻ സാധിക്കും. ഇല്ല, റിസപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ബുദ്ധിമുട്ടുകൾ പറഞ്ഞാല് അതനുസരിച്ച് ആരെയാണ് കൺസൾട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ആരെയാണെന്നും ഒരു ഡേറ്റ് തരും. ഒരു ചോദ്യം, ഹൗ ഡയറി പ്രോഡക്ട്സ് ഇൻക്രീസസ് ഹൈപ്പർ ആക്ടിവിറ്റി ഇൻ ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ? എങ്ങനെയാണ് ഡയറി പ്രോഡക്ട്സ് നമ്മുടെ കുട്ടികൾ ഹൈപ്പർ ആക്ടിവിറ്റി ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാക്കുന്നത് എന്നുള്ളതിന് എനിക്ക് തോന്നുന്നു അത്രയും അത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ഇത് എനിക്ക് ഉണ്ടാവില്ല. കാരണം അതിന്റെ നോളജ് എനിക്ക് അത്രത്തോളം ഇല്ല. പക്ഷെ എന്റെ അറിവില് അവര് യൂഷ്വലി നമ്മൾ ഷുഗർ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഡയറ്ററി പ്രോഡക്ട്സില് ഒരു ഷുഗർ കണ്ടന്റും കാർബോഹൈഡ്രേറ്റ് കണ്ടന്റും കൂടുതൽ ആയതുകൊണ്ട് അതിന്റെ ഇഫക്റ്റ് കാരണം കുഞ്ഞുങ്ങളിൽ ഹൈപ്പർ ആക്ടിവിറ്റി കൂടുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. പക്ഷെ എങ്ങനെയാണ് ഇതും ഹൈപ്പർ ആക്ടിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളത് മേ ബി ഒരു ഡോക്ടറിനോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനോ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ തരാൻ സാധിക്കും. ഓട്ടിസം ഉള്ള കുട്ടികളിൽ കോൺസ്റ്റിപ്പേഷൻ എങ്ങനെ ഓവർകം ചെയ്യാം? ആക്ച്വലി ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളിൽ മിക്ക ആൾക്കാരും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. ഇത് ഒരു പരിധി വരെ ഇവര് നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽ വെള്ളം കുടിക്കുന്നത് വളരെ കുറവുള്ള കുട്ടികളാണ്. അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതും വളരെ കുറവായിട്ട് ഇവരിൽ കാണുന്നത്. അപ്പൊ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാത്തതും അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിൽ വരെ ഇവർക്ക് ഈ ഓറൽ സെൻസറി സെൻസിറ്റിവിറ്റി ഉണ്ടായത് കൊണ്ട് തന്നെ വെള്ളം കുടിക്കുന്നതിൽ തന്നെ ബുദ്ധിമുട്ടുകൾ ഇവർ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് കൂടുതലും ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ അവർക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ തന്നെ ചെറിയ ബിഹേവിയറൽ അല്ലെങ്കിൽ ബിഹേവിയറൽ ഇഷ്യൂസും ഈ ഒരു കാരണം ഉണ്ടാക്കാനായിട്ട് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇതിന് ആദ്യം വേണ്ടത് കുഞ്ഞുങ്ങൾ കൂടുതലും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഡോക്ടർ അതിനനുസരിച്ചുള്ള മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത് അതിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടുതലും പിന്നെ ഫുഡ് അതായത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഇൻടേക്കും വാട്ടർ ഇൻടേക്കും കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹലോ 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 മാഡം, നമുക്ക് ഇതിനെ കുറിച്ച് ഒരു ക്ലാസ് നമുക്ക് സ്കൂളിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ മാഡം? സ്കൂളിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇത് എവിടെയാണ്? ഹലോ, സ്ഥലമാണ് ഇത് ഗാന്ധി ഭവൻ. ഗാന്ധി ഭവൻ. ചെയ്തിട്ട് തിരിച്ച് കോണ്ടാക്ട് ചെയ്യും. ഇവിടെ ഞങ്ങളുടെ നിഡാസിന്റെ ടീം ഇതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളെ തിരിച്ച് കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. ഇത് ഗാന്ധി ഭവൻ സ്പെഷ്യൽ സ്കൂളിൽ നിന്നാണ് കേട്ടോ. ഗാന്ധി ഭവൻ സ്പെഷ്യൽ സ്കൂൾ. ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഇൽനസ് ആയിട്ട് ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന ഒരു ചൈൽഡിനെ സംബന്ധിച്ച് അവരെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം? ബേസിക്കലി ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾക്ക് ആൻസൈറ്റി ഇഷ്യൂസ് കൂടുതലാണ്. ഇപ്പൊ അവരെ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ പോകുന്നതിന് പറയും. ഇപ്പൊ നമ്മൾ പറയാം നമുക്ക് എന്തായാലും ഈ ഒരു സോഷ്യൽ ഗ്യാതറിംഗ് എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് ഒരുപാട് ആൾക്കാർ വരുന്ന കല്യാണം, ഹോസ്പിറ്റൽ, അതുപോലെ പല സിറ്റുവേഷനിലും ഈ കുഞ്ഞുങ്ങൾക്ക് പോയി എത്തിപ്പെടുക, അവരെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തലവേദനയാണ്.
പാരന്റ്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒഴിവാക്കും. പക്ഷെ ഹോസ്പിറ്റൽ കേസ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല അല്ലെ. അപ്പം ഇവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ആദ്യമേ തന്നെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് യൂസ് ടു ആക്കുക. എങ്ങനെ യൂസ് ടു ആക്കുക? സോഷ്യൽ സ്റ്റോറീസ് എന്ന് പറഞ്ഞ കാര്യം. അപ്പം സോഷ്യൽ സ്റ്റോറീസ് എന്ന് വെച്ചാൽ ഇപ്പം ആ കുഞ്ഞിന്റെ സ്ഥാനത്ത് വേറൊരു കുട്ടിയെ സങ്കല്പിച്ച് നമ്മൾ ഒരു സ്റ്റോറി ഉണ്ടാക്കും. അതായത് ഒരിടത്ത് ഇങ്ങനെ ഒരു ബോയ് ഉണ്ട്. ആ ബോയ് ഇപ്പം ആ കുഞ്ഞിനാണെങ്കിൽ മറ്റു കുട്ടികളെ പോലെയല്ല, അവൻ കുറച്ച് വ്യത്യസ്തനാണ്. അവന് മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ മോന് ആ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എല്ലാ ദിവസവും ആശുപത്രിയിൽ പോകുമ്പോൾ കുഞ്ഞ് കരയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് എന്തിനാ കരയുന്നത്, അല്ലെങ്കിൽ കരയാനായിട്ടുള്ള കാരണങ്ങൾ പലതുണ്ട്. അപ്പം കുഞ്ഞ് അതിനോട് യൂസ് ടു ആവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് ആ ഒരു സമയത്ത് കരയാതെ വേണമെങ്കിൽ എനിക്ക് അമ്മയെ കെട്ടിപ്പിടിക്കാം, അല്ലെങ്കിൽ കുറച്ചു നേരം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ഒരു 5 മിനിറ്റ് എനിക്ക് പോയി കുറച്ച് ഒരു ബ്രേക്ക് എടുക്കാം. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് സോഷ്യൽ സ്റ്റോറീസ് നമ്മൾ ഉണ്ടാക്കും. ഈ സോഷ്യൽ സ്റ്റോറി കുഞ്ഞിനെ വായിച്ചു കൊടുത്ത് അല്ലെങ്കിൽ അതുപോലത്തെ വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നമുക്കിത് അവൈലബിൾ ആണ്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോഷ്യൽ സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ വിത്ത് ഓട്ടിസം എന്ന് പറഞ്ഞത് നെറ്റിലായാലും ഫ്രീലി ഡൗൺലോഡബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. അത് ഏത് സിറ്റുവേഷൻ ആണ്. ഇപ്പം ചില കുഞ്ഞുങ്ങൾക്ക് അൺനെസസറി ആയിട്ടുള്ള ബിഹേവിയേഴ്സ് പഠിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ അടിക്കുന്നത്, ഇത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും സെപ്പറേറ്റ് ആയിട്ടുള്ള സോഷ്യൽ സ്റ്റോറീസ് നെറ്റിൽ അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇതിനു വേണ്ടി നമുക്ക് കുറച്ച് വേണമെങ്കിൽ മോഡിഫൈ ചെയ്ത് വായിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ പതുക്കെ ഇതെന്ന് വെച്ചാൽ ഒരു പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവില്ല, വളരെ സ്ലോ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതുപോലെ തന്നെ ഒറ്റ അടിക്ക് ഒരു കാര്യത്തില് അങ്ങ് എക്സ്പോസ് ചെയ്യരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഹൈറാർക്കി, ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു ഹൈറാർക്കി ഇല്ലേ, അതുപോലെ തന്നെയാണ് എല്ലാ കാര്യത്തിലും. ആദ്യം ചിലപ്പം ഒരു ഹോസ്പിറ്റലിൽ ഒരു പടി വരെ ചെന്ന് എത്തുന്നതായിരിക്കാം, പിന്നെ അങ്ങനെ മാത്രമേ നമുക്ക് അവരെ അതിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു പരിധിവരെ സോഷ്യൽ സ്റ്റോറീസ് ഞാൻ കണ്ടിട്ടുള്ളിടത്തോളം ഒരുപാട് മാറ്റങ്ങൾ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്നുള്ളതായിട്ട്. കാരണം അവര് അതുമായിട്ട് റിലേറ്റ് ചെയ്യും. സ്റ്റോറി ആവുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ പാരന്റ്സ് വേറൊരു കാര്യം അതിലവിടെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, കുട്ടികൾ സ്റ്റോറി പറഞ്ഞു കൊടുത്താൽ കേൾക്കുമോ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാം. കാരണം ഓട്ടിസമുള്ള കുട്ടികൾ നമ്മൾ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല, അവർ വേറെ സ്ഥലത്താണ് നോക്കിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ആ സ്റ്റോറി നമ്മൾ വായിക്കുന്നത് അനുസരിച്ച് കുഞ്ഞുങ്ങൾ പതുക്കെ അതിലോട്ട് യൂസ് ആവും. പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം വായിച്ചിട്ട് അത് വിട്ട് കളയരുത്. അതിനെ കണ്ടിന്യൂസ് ആയിട്ട് അതിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ അതിനോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് തുടങ്ങും. സോഷ്യൽ സ്റ്റോറീസ് ആണ് ബെസ്റ്റ് വേ ഈ ഒരു ഗ്യാതറിംഗ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കുഞ്ഞിനെ യൂസ് ആകും. പണിഷ്മെന്റ്സ് ഇവർക്ക് കൊടുക്കുവാണെങ്കിൽ സംടൈംസ് അത് പോസിറ്റീവ് ഇമ്പാക്ട് ആയിരിക്കും, അത് നെഗറ്റീവ് ഇമ്പാക്ട് ആയിരിക്കും. ചിലപ്പോൾ അത് പേടിച്ചിട്ടാണ് ആ സിറ്റുവേഷൻ അവരപ്പോ സൈലന്റ് ആവുന്നത് അറിയത്തില്ല. ബട്ട് അതൊരു ക്യാരക്ടർ ചേഞ്ച് ആണ് അവിടെ ഉണ്ടാകുന്നത്. അവിടെ നമ്മൾ ആക്ച്വലി മോസ്റ്റ്ലി നമ്മളൊരു ബിഹേവിയറിനെയാണ് നമ്മൾ മാനേജ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും പണിഷ്മെന്റ് നമ്മൾ നോക്കുന്നില്ല. നമ്മൾ നോക്കുന്നത് അതിനെ ഒരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊണ്ട്. പണിഷ്മെന്റ് അല്ല, അവൻ എന്താണോ ഇഷ്ടമില്ലാത്തത് ആ കാര്യത്തിനെ എടുത്തു മാറ്റുക. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. പണിഷ്മെന്റ് എന്ന് വെച്ചാൽ അതിനൊരു നമ്മൾ ആ കുഞ്ഞിനെ എന്താണ് പണിഷ് ചെയ്യുന്നത് പോലെയാണ്. പക്ഷെ ഇത് പണിഷ്മെന്റ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അവന് ഇഷ്ടമുള്ള ഒരു കാര്യത്തിനെ നമ്മൾ എടുത്തു മാറ്റും. അപ്പം ഫോർ എക്സാമ്പിൾ അവന് നമ്മളൊരു ആക്ടിവിറ്റി കൊടുക്കുകയാണ്, കുഞ്ഞിനൊരു ആക്ടിവിറ്റി ചെയ്ത് അവനത് ആ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ടിരിക്കുക. അപ്പം ആ ആക്ടിവിറ്റി ചെയ്യാൻ കുഞ്ഞിന് താല്പര്യം ഇല്ലാത്തതിന് മുന്നേ തന്നെ നമ്മൾ ചിലപ്പോൾ 3 സ്റ്റാർ കുഞ്ഞിന് കയ്യിൽ കൊടുത്തിരിക്കും. നല്ല കുട്ടിയായിട്ട് ചെയ്യുന്നുണ്ട്, 3 സ്റ്റാർ ഉണ്ട്. നമ്മൾ നോർമൽ കുട്ടികളിൽ ചെയ്യുന്ന അതേ ഫിനോമിനൻ തന്നെയാണ്. ആ ഒരു വർക്ക് കൊടുത്തു, അത് ചെയ്തില്ല, അപ്പൊ എന്ത് ചെയ്തു, ആ സ്റ്റാറിനെ. അപ്പം ഓരോ തവണ തെറ്റ് ചെയ്യുന്ന അനുസരിച്ച് സ്റ്റാർ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അവനത് കോറിലേറ്റ് ചെയ്യുന്നത്, ഈ സ്റ്റാർ നഷ്ടപ്പെടുന്നത് ഞാനീ ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പം ഈ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ് നമ്മളിവിടെ കൂടുതൽ, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പണിഷ്മെന്റിനേക്കാളും കൂടുതലും നമ്മുടെ ഒരു ബിഹേവിയർ മാനേജ്മെന്റ് ടെക്നിക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. കാരണം ഫിസിക്കൽ പണിഷ്മെന്റ് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് മേ ബി അവർ ആ കോറിലേഷൻ വരാനായിട്ട്, കാരണം അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് നമ്മൾ എന്തെങ്കിലും പണിഷ് ചെയ്യുകയാണെങ്കിൽ തന്നെ കൊടുക്കുമ്പോഴത്തേനെ നെക്സ്റ്റ് നമ്മളിങ്ങനെ കൈ കാണിക്കുമ്പോൾ അവർ മാറ്റുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ദേ ആർ ഡൂയിങ് ദി സെയിം. കാരണം ആ കൈ കടിക്കുന്നത് എന്ന് പറയുന്നത് അതൊരു സെൻസറി റിക്വയർമെന്റ് ആണ്. അപ്പൊ അത് നമ്മളൊരു ബിഹേവിയർ മാനേജ്മെന്റ് ഒരു പണിഷ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അവൻ ആ സെൻസറി റിക്വയർമെന്റ് പിന്നെയും ബോഡിയെ പറഞ്ഞുകൊണ്ടിരിക്കുക, കൈ കടിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുകയാണ്. അപ്പൊ ആ ഒരു പണിഷ്മെന്റിലൂടെ അത് മാറുന്നില്ല. സോ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അവിടെ ബിഹേവിയർ മാനേജ്മെന്റ് അല്ല, റിക്വയർ ചെയ്യുന്നത് അവിടെ ഒരു സെൻസറി ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ് അവിടെ ചെയ്യുന്നത്. പ്രോപ്പർലി അവന് വേണ്ടത് കൂടുതലും നമുക്കൊരു ഹാർഡ് ആയിട്ടുള്ള ഒരു, കാരണം കുഞ്ഞ് അവിടെ കാണിക്കുന്ന സീക്കിംഗ് ബിഹേവിയർ, അടിക്കുന്നത്
അപ്പൊ കൂടുതൽ നമ്മൾ കൊടുക്കാൻ പറ്റുന്നത് ഒരു കുറച്ച് ഹാർഡ് ആയിട്ടുള്ള സർഫസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബോളോ അല്ലെങ്കിൽ സ്പൈക്കി ആയിട്ടുള്ള ബോൾസോ കുഞ്ഞിന്റെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ അത് വെച്ചിട്ട് കുഞ്ഞ് അല്ലെങ്കിൽ ബോഡിയിൽ കയ്യിൽ കുഞ്ഞ് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവന് ആ റിക്വയർഡ് ആയിട്ടുള്ള സെൻസറി ഇൻപുട്ട് കിട്ടുവാണ്. അപ്പൊ അവിടെ നമ്മൾ എന്താണ് കുട്ടി കാണിക്കുന്ന ആ ഒരു ബിഹേവിയറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഒരു ഇന്റർവെൻഷൻ നോക്കുന്നത്. പറഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് അവർ ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ അവർ ഉണർന്നിരിക്കുന്നതാണ് അത് ചെയ്യുന്നത്. പാസീവ് ആയിട്ടുള്ളതിനേക്കാളും ആക്റ്റീവ് ആയിട്ടാവുമ്പോഴായിരിക്കും ബ്രെയിന്, കാരണം നമ്മള് അതിൽ തന്നെ സാധാരണ യൂഷ്വലി നമ്മൾ പറയുന്നുണ്ട് ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് ഒരു കുഞ്ഞ് ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങുന്ന കുഞ്ഞിനെ വലിച്ചെഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം ബ്രെയിൻ ഓൾറെഡി ഷട്ട് ഡൗൺ ആയി. ഇനി പിന്നെ നമ്മൾ എത്ര സ്റ്റിമുലസ് കൊടുത്താലും അവിടെ ക്ലിയർ ഇല്ല. അപ്പം ഈ ഉറങ്ങുന്ന സമയത്തുള്ള സ്റ്റിമുലസ് കൊടുക്കുന്നത് ഒരു പാസീവാണ്. ആക്റ്റീവ് ആയിട്ടുള്ള എന്തുമാണ് ഒരു റെസ്പോൺസ് ഉണ്ടാക്കുന്നത്. അപ്പൊ പാസീവ് മൂവ്മെന്റ്സിനേക്കാളും നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം. ടൈം എടുക്കുന്നതാണ്. ലൈക്ക് ഇവരെ കൊണ്ടുവരാൻ തന്നെ പറയുന്നത് ഡെയിലി അപ്പൊ അത് കണ്ടിന്യൂസ്ലി ചെയ്താലേ ഇമ്പ്രൂവ് ആവുമെന്ന് പറയാറുണ്ട്. അപ്പൊ നമുക്ക് അല്ലെങ്കിൽ ഒരു 2-3 സെറ്റ് ഒരു ദിവസം ചെയ്താൽ അടുത്ത സെറ്റ് അങ്ങനെ ചെയ്താൽ അത് കുഞ്ഞിന്റെ നമ്മളിപ്പോ പറയാം ഒരു പർട്ടിക്കുലർ ട്രെയിനിങ് ഒരു രീതിയിൽ ഇപ്പൊ ഓരോ മോട്ടോർ എക്സസൈസ് എടുക്കുകയാണ്. അപ്പം ഓരോ മോട്ടോർ എക്സസൈസ് ഫിംഗേഴ്സ് കൊണ്ട് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. ആ എക്സസൈസ് കാലത്ത് മുതൽ വൈകിട്ട് വരെ നമുക്ക് ചെയ്യണ്ട. ചെയ്യുന്നതിന് പറ്റുന്ന സമയം, അതായത് മേ ബി ഒരു 3 ടൈംസ് നമുക്ക് ചെയ്യാം. ഭക്ഷണം കൊടുക്കുന്ന ആദ്യത്തെ 3 സമയം നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും. അപ്പം അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു മൂവ്മെന്റ് അത് ചെയ്യണമെന്നില്ല, അടുത്ത മൂവ്മെന്റ് നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾക്ക് ഫ്ലെക്സിബിലിറ്റി അനുസരിച്ച് നമുക്ക് മാറ്റാൻ സാധിക്കും. പക്ഷെ എപ്പോഴും നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ മാറ്റുന്നുണ്ടെങ്കിൽ അത് തെറപ്പിസ്റ്റിനെയും കൂടെ കൺസൾട്ട് ചെയ്തിട്ട് മാറ്റുന്നത് എപ്പോഴും നല്ലത്. കാരണം ചിലപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന സ്റ്റിമുലേഷൻ ഓവർ ആണോ അല്ലെങ്കിൽ കുറഞ്ഞു പോയോ എന്നുള്ളത് കൃത്യമായി പറഞ്ഞു തരാൻ ആ ഫീഡിങ് തെറപ്പിസ്റ്റിന് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പൊ നമ്മൾ എപ്പോഴും എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയാണെങ്കിൽ ആ ചേഞ്ചസ് നമ്മൾ അപ്പോൾ തന്നെ തെറപ്പിസ്റ്റിനെ പറയാം, ഓക്കെ എനിക്ക് മാഡം ഇന്ന കാര്യം ഇന്ന തവണ ചെയ്യാൻ പറഞ്ഞു, പക്ഷെ എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല, കാരണം ഇന്ന് അവന്റെ ബിഹേവിയർ ഭയങ്കര മോശമായിരുന്നു, എന്നോട് കോപ്പറേറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് അതിനുള്ള ഓൾട്ടർനേറ്റീവ് എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റും. അത് എപ്പോഴും ഒരു കൺസൾട്ടേഷൻ നിങ്ങൾ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും. സ്മാഷ് ചെയ്ത ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ പോയി കഴിഞ്ഞാല് 3 o'clock വീട്ടിൽ വരുന്നവരെ അവിടെ നിന്ന് വെള്ളം പോലും ചിലപ്പോൾ അവിടെ എത്ര ശ്രമിച്ചാലും കുടിച്ചിട്ടില്ലാതെ വരും. അപ്പൊ ശരിക്കും ഭയങ്കര വിശന്നൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര റിബലിയസ് ആവും. അവർക്ക് പറയാൻ പറ്റാത്തതാണ്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിലാകുമ്പോൾ ആ സ്കൂളിലുള്ള ആളുകളോട് നമ്മൾ അവർ പറയും എന്തേലും അല്ലെങ്കിൽ ജ്യൂസോ അവരോർക്കുന്ന ജ്യൂസോ വേറെ എന്തെങ്കിലും ആവശ്യം കൊടുത്തിട്ട് കഴിക്കും. പക്ഷെ നമുക്ക് അന്നേരം എന്താ അവരോട് പറയാൻ പറ്റുക. അപ്പൊ ഈ റിബലിയസ് നേച്ചർ കാണിക്കുമ്പോഴത്തേക്കും നോർമൽ സ്കൂളിൽ ഇടാൻ ആപ്റ്റ് ആണോ എന്നുള്ള രീതിയിൽ അവർക്ക് തന്നെ ഡൗട്ട് ഇങ്ങനെ, അതായത് മിക്ക പാരന്റ്സും പറയുന്നതാണ് ഭക്ഷണം നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കും, സ്കൂളിൽ പോയാൽ കഴിക്കുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന രീതി സ്മാഷ്ഡ് ഫുഡ് ആണെങ്കിൽ മാത്രമേ ഇറക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അവിടെ സ്കൂളിൽ നമ്മൾ ബേസിക്കലി ഒരു ബിഹേവിയർ പാറ്റേൺ പഠിക്കാനാണ് കുട്ടികളെ നമ്മൾ സ്കൂളിൽ അയക്കുന്നത്. ഫസ്റ്റ് സെൽഫ് റെഗുലേഷൻ, എങ്ങനെ കുഞ്ഞിനെ മറ്റു കുട്ടികളെ നോക്കി റെഗുലേറ്റ് ചെയ്യാൻ നിൽക്കുക, മറ്റു കുട്ടികളിൽ നിന്ന് പഠിക്കുക. നമ്മൾ ബേസിക്കലി മിക്ക സമയത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ഓട്ടിസം അല്ലെങ്കിൽ എന്ത് ഫിസിക്കൽ അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിലുണ്ടാകും, ആ കുഞ്ഞിന് ചുറ്റുമായിരിക്കും നമ്മുടെ ലൈഫ് ഫുള്ള് മാറുന്നത്. പ്രോപ്പർലി കുഞ്ഞ് ചിലപ്പോൾ കാണില്ല, നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലും കുഞ്ഞ് കാണാറില്ല, കുഞ്ഞിനെ നമ്മൾ സെപ്പറേറ്റ് ആയിരിക്കും ഭക്ഷണം കൊടുക്കുന്നത് അല്ലേ. ആ ഒരു സ്കിൽ ആദ്യം പഠിപ്പിക്കുകയായിരിക്കും നമ്മൾ സ്കൂളിൽ ചെയ്യുന്നത്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. പ്രോപ്പർലി അവൻ അവിടെ കഴിക്കണമെന്ന് നിർബന്ധമില്ല, അവൻ മറ്റു കുട്ടികൾ കാണുന്നത് ഓക്കെ ഭക്ഷണം ഇങ്ങനെയും ആസ്വദിച്ച് കഴിക്കാം, ഭക്ഷണം കൈകൊണ്ട് എടുത്ത് കഴിക്കുന്നത് കാണാം. അപ്പൊ ഈ ഒരു സ്കില്ലാണ് ചിലപ്പോൾ അവിടെ അവൻ പഠിച്ചുകൊണ്ടിരുന്നത്. സ്ലോലി അത് ടീച്ചേഴ്സിനടുത്തായാലും അവിടെയുള്ള ഓരോ ആയമാരോടും നമ്മൾ പ്രത്യേകം പറയേണ്ട, കുട്ടിയെ ഫോഴ്സ് ചെയ്യിക്കില്ല. ജസ്റ്റ് അവന്റെ മുന്നിൽ ആ ഭക്ഷണം, അവന്റെ കയ്യിലുള്ള ഭക്ഷണം എടുത്ത് കൊടുക്കാം. ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന ഒരു പീസെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കി അല്ലെങ്കിൽ ഒന്നെടുത്ത് മണത്തു, ഒന്നെടുത്ത് കയ്യിൽ വെച്ചു തട്ടി പോകാൻ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ പിന്നെ പതുക്കെ ആ ഹൈറാർക്കിക്കൽ സ്റ്റെപ്പിൽ പോകുന്നതേ ഉള്ളൂ. ഫീഡിങ് തെറപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ തെറപ്പി തുടങ്ങി ഓക്കെ ഒരു 3 months കഴിയുമ്പോൾ മാറ്റം സംഭവിക്കും ചില കുട്ടികൾ. ഓരോരുത്തരും ഓരോ കുട്ടികളും ഡിപ്പെൻഡ് ആണ്. ചില കുട്ടികൾ 1.5 വർഷം എടുക്കാറുണ്ട്, ചില കുട്ടികൾ 2 വർഷം എടുക്കാറുണ്ട്. കൊടുത്തുവിടാം.
കൊടുത്തത്. ഞാൻ ഒന്നും കൊടുത്തു വിട്ടില്ല. ഞാൻ വീട്ടിലാണെങ്കിൽ JB ഒക്കെ എഴുതിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ടീച്ചേഴ്സിന്റെ അടുത്ത് അവിടെ JB എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നതാണെന്നുള്ളത് സമയം ചെയ്യിപ്പിക്കുമ്പോൾ ട്രൈ ചെയ്യിപ്പിക്കാൻ പറയാറുണ്ട്. ഇപ്പോ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്രയോറിറ്റി എന്താണ്. ഇപ്പൊ നമ്മുടെ സ്കൂളിൽ അവന് മറ്റു കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ ഇരുന്ന് ആ ഒരു സെൽഫ് റെഗുലേഷൻ, നമ്മുടെ ഏത് സ്കില്ലാണ് നമ്മുടെ കുഞ്ഞിന് അവിടെ ഇംപ്രവൈസ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുന്നത്, പ്രയോറിറ്റി എന്താണ് നമ്മളിവിടെ നോക്കുന്നത്. ഇത് പ്രയോറിറ്റി സെൽഫ് റെഗുലേഷൻ ആണോ, സെൽഫ് മോണിറ്ററിംഗ് ആണോ, അതോ ലിറ്ററസി സ്കില്ലാണോ? അപ്പം നമ്മുടെ ബേബി സാമിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് മോർ ഓഫ് സെൽഫ് റെഗുലേഷൻ അല്ലെങ്കിൽ മോണിറ്ററിംഗ് ആയിരിക്കും. അപ്പൊ അത് ഓരോ കുഞ്ഞിന്റെയും പ്രയോറിറ്റി അനുസരിച്ച് അത് പാരന്റ്സിനെ തിരിച്ച് ചെയ്യും. പക്ഷേ കുറച്ചുകൂടെ നമ്മൾ റിക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. കാരണം പഠിക്കാൻ ഓടി വന്ന് പിന്നെ അങ്ങനെ അത്രയില്ല. ഇങ്ങനെ നല്ല കോൺഫിഡൻസ് ആയിട്ടില്ല. പക്ഷെ അത് സൈലന്റ് ദേഷ്യം കാണിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. പക്ഷേ അത് ഓരോന്നും നമ്മള് ഇപ്പൊ ഈ ഒരു സെൻസറി പ്രോബ്ലം പോലെ തന്നെ ബിഹേവിയർ പ്രോബ്ലംസും കൂടിയും കുറഞ്ഞും ഇരിക്കും. ബിഹേവിയർ പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മൾ ലേൺഡ് ആണ്, കുറെ നമ്മൾ കണ്ടുപഠിക്കുന്നതും പിന്നെ കോഗ്നിറ്റീവ് സ്കിൽസ് കൂടുന്നതനുസരിച്ച് ബിഹേവിയർ പ്രോബ്ലംസ് കൂടും. അപ്പോഴാണല്ലോ എളുപ്പവിദ്യ കണ്ടുപിടിക്കുന്നത്. നമ്മുടെ സാധാരണ കുഞ്ഞുങ്ങളെ പോലെ മേ ബി നമ്മുടെ പഠിക്കാനായിട്ട് എന്താണ് അത് ഇഷ്ടമില്ല. അപ്പം ആദ്യം നമ്മൾ പറഞ്ഞത് കൊണ്ട് കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിക്കും, പിന്നെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെയാണ് ഒരു കുഞ്ഞു വന്ന അവന്റെ കോഗ്നിറ്റീവ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്ന അനുസരിച്ച് അവന്റെ ബിഹേവിയർ പ്രോബ്ലംസ് കൂടും. അപ്പൊ അത് നമ്മൾ ഓരോന്നും മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ടാക്ലിംഗ് ചെയ്യാനുള്ള ഒരു അതിനുള്ള മെത്തേഡ് നമ്മൾ മനസ്സിലാക്കാം. ആ മെത്തേഡ് അതും നമുക്ക് ഹെൽപ്പ് വേണമെങ്കിൽ നമുക്കൊരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, ബിഹേവിയർ തെറപ്പിസ്റ്റ് ഉണ്ട്, സ്പീച്ച് തെറപ്പിസ്റ്റ് ഉണ്ട്. അവരുടെ എല്ലാവരുടെയും ഹെൽപ്പോട് കൂടി ഒരു ബിഹേവിയർ പ്ലാൻ നമുക്ക് ഉണ്ടാക്കി. അവന് മനസ്സിലാവുന്നുണ്ട് നമ്മൾ പറയുന്നത് പോലും. നേരത്തെ തീരെ ബ്ലണ്ടായിട്ട് ഇരിക്കും. പക്ഷെ ഇപ്പൊ അത് പറയുമ്പോ കഴിഞ്ഞ ദിവസം തന്നെ ഓർഡർ അകത്ത് ചെയ്യുന്ന കാര്യം ഏതാണ്ടൊക്കെ പറഞ്ഞപ്പോ സഡൻലി പക്ഷെ അതൊരു ഭയങ്കര കൂടായിരുന്നു. അപ്പൊ ഒരു ദിവസം JCB ഇങ്ങനെ പറഞ്ഞു, JCB വിളയാണോട്ട് മാത്രം നമ്മൾ എപ്പോഴും ഇൻട്രസ്റ്റഡ് ആയിരുന്നു. പക്ഷെ അതിനുശേഷം രണ്ടാമത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അത് ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളുടെ കണക്കുകൾ, അതായത് നമ്മുടെ പഠനങ്ങൾ കാണിക്കുന്നത് അപ്രാക്സിയ എന്ന് പറയുന്നൊരു കണ്ടീഷൻ അവർക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്രാക്സിയ എന്ന് വെച്ചാൽ ചിലപ്പോൾ വൊളിഷണലി നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഒന്നുകൂടെ ആ വാക്ക് പറയൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറയണമെന്നില്ല. പക്ഷെ അവര് ഇൻവോളണ്ടറി ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്ന് ഒരു വാക്ക് ചിലപ്പോൾ പറയാം. പക്ഷെ ആ വാക്ക് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കണമെന്നില്ല. അത് ഈ ഒരു കണ്ടീഷൻ ചിലപ്പോൾ പെർസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. ഇപ്പം കുഞ്ഞുങ്ങളിൽ അപ്രാക്സിയ ഉണ്ടോ, അതായത് എസ്പെഷ്യലി ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾക്ക് അവരുടെ ലാംഗ്വേജിന്റെ ലെവൽ തന്നെ കുറവാണ്. ഒരു മനസ്സിലാക്കുന്നതിലായാലും അവർ പ്രവർത്തിക്കുന്നതിലായാലും അതിൽ സംസാരിക്കുന്നതിലായാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലും ലാംഗ്വേജ് ലെവൽ കുറവായതുകൊണ്ട് ഈ ഒരു അപ്രാക്സിയ കമ്പോണന്റ് കണ്ടുപിടിക്കാൻ നമുക്കൊരു പ്രയാസമുണ്ട്. പക്ഷെ എന്നിരുന്നാലും സ്റ്റഡീസ് എല്ലാ റിസർച്ച് പറയുന്നതും ഇങ്ങനത്തെ കുഞ്ഞുങ്ങളിൽ ഒരു അപ്രാക്സിയ കമ്പോണന്റ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും അവർക്ക് ചിലപ്പോൾ ചില സമയങ്ങളിൽ അവർ വേർഡ്സ് പറയുന്നുണ്ട്, പക്ഷെ അത് റെപ്പിറ്റീറ്റഡ് ആയിട്ടും ഓൺ ഇമിറ്റേഷൻ പറയാനായിട്ട് ആ ടാസ്കിൽ അവർക്ക് ഡിഫിക്കൽട്ടി ഉണ്ടെന്ന് പറയും. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ട്രെയിനിങ് ഉണ്ട്. അപ്പം ഈ അപ്രാക്സിയക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് നമ്മൾ സ്പീച്ച് തെറപ്പി ചെയ്യുന്നതിനോടൊപ്പം അതുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള തെറപ്പി നമുക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. ശരിക്കും പറഞ്ഞത് സ്പെഷ്യൽ തെറാപ്പി കൊണ്ടുവേണ്ടി വരും. ഇൻഡിവിജ്വൽ സെഷൻസിന് അതിനു വേണ്ടി എടുക്കാം. സ്പീച്ച് തെറപ്പി തന്നെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇതും കൂടെ തരുന്ന തെറപ്പി, അതായത് വെർബൽ പ്രൊഡക്ഷനെ സഹായിക്കുന്ന രീതിയിലുള്ള തെറപ്പി നമുക്ക് ഫോക്കസ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ചൂയിങ് ഡിഫിക്കൽട്ടീസ് എങ്ങനെ മാനേജ് ചെയ്യാം? ചൂയിങ് ഡിഫിക്കൽട്ടീസ് മാനേജ് ചെയ്യാനായിട്ട് ഞാൻ അലേർട്ടിങ്ങും അതുപോലെ തന്നെ സൂതിങ് ആയിട്ടുള്ള സെൻസറി ആക്ടിവിറ്റീസിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് കാര്യം നമ്മൾ ഉപയോഗിക്കുന്നതായിട്ട് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതായിട്ട് പറഞ്ഞു. ആദ്യമായിട്ട് നമ്മൾക്ക് ചൂയിങ് സ്കിൽ ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട കുഞ്ഞിന്റെ പേശികൾ അല്ലെങ്കിൽ മസിൽസിന്റെ മൂവ്മെന്റും മസിൽസിന്റെ സ്ട്രെങ്തും കറക്റ്റ് ആണോ അല്ലയോ. അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ബോഡിക്ക് ഒരു ടോണിസിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് ഉണ്ട്. ആ സ്ട്രെങ്ത് അവിടെ പ്രോപ്പർ ആയിട്ടുണ്ടോ? സ്ട്രെങ്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യം ആ സ്ട്രെങ്ത് കൂട്ടാനുള്ള മസിൽ എക്സസൈസ് ആയിരിക്കും നമ്മൾ ആദ്യം ചെയ്യുന്നത്. അത് ചിലപ്പോൾ നമ്മുടെ വിരലുകൾ കൊണ്ട് സാധാരണമായിട്ട് കുഞ്ഞിന്റെ വായിക്കകത്ത് ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ചൂയി ട്യൂബ് പോലെയുള്ള ചെറിയ കാര്യങ്ങൾ, അത് ഇതാണ് ചൂയി ട്യൂബ്. ഇതുപോലത്തെ കാര്യങ്ങൾ ഉപയോഗിച്ച്
കുഞ്ഞിന് പതുക്കെ പതുക്കെ കടിക്കാനായിട്ടും ചവയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പം ആദ്യം അത് പഠിക്കുന്നതനുസരിച്ച് കുഞ്ഞ് ചവയ്ക്കാനായിട്ട് ആ ഒരു ബുദ്ധിമുട്ട് കുഞ്ഞിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. മറ്റ് ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ നിഡാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ക്ലാസ് എടുത്ത മിസ് ആര്യയുടെയും നിഡാസ് ടീമിന്റെയും നമ്പർ സ്ക്രീനിൽ കാണുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഈ ക്ലാസ് എടുത്ത മിസ് ആര്യയ്ക്ക് നിഡാസ് ടീം നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇന്നത്തെ നിഡാസിൽ പങ്കെടുത്ത എല്ലാ രക്ഷിതാക്കൾക്കും നന്ദി. ഇനി അടുത്ത നിഡാസ് അടുത്ത മാസം ഓഗസ്റ്റ് 17-ാം തീയതി 3-ാമത്തെ ശനിയാഴ്ച. നന്ദി, നമസ്കാരം.